ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷൻ സൈക്കോളജി നമ്മൾ 5ാമത്തെ ക്ലാസ്സാണ് എടുക്കുന്നത്. ഇതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചത് എന്താണ് ഇൻഡസ്ട്രി, എന്താണ് ഓർഗനൈസേഷൻ, സൈക്കോളജിയുടെ പ്രാധാന്യം, ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷനിൽ സൈക്കോളജിയുടെ പ്രാധാന്യം എന്താണ്, അപ്പം ഓരോ ഇൻഡസ്ട്രി എങ്ങനെ വരുന്നു, അതിനകത്തുള്ള വ്യക്തികൾ എങ്ങനെ ബന്ധപ്പെടുന്നു, അതിനകത്ത് ഓർഗനൈസേഷൻ എങ്ങനെ രൂപം കൊള്ളുന്നു, ആ ഓർഗനൈസേഷനുമായിട്ട് എങ്ങനെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, അതിൻ്റെ പ്രശ്നങ്ങൾ തീർക്കുന്നു, സൈക്കോളജിസ്റ്റിൻ്റെ സ്ഥാനം എന്താണ്, സൈക്കോളജിക്കൽ ഇംപ്ലിക്കേഷൻ, സൈക്കോളജിയുടെ ഇതിനകത്തുള്ളതായ ഗുണങ്ങൾ, അല്ലെ എന്താണ് സൈക്കോളജി ഇതിനകത്ത് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ പഠിച്ചത്. അത് കഴിഞ്ഞ് ഓരോ തിയറിയും പഠിച്ചു. എങ്ങനെ നമ്മൾ ഓരോ ഇൻഡസ്ട്രിയിൽ ഓരോ ആൾക്കാരെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അവരുടെ എങ്ങനെ ഔട്ട്കം കൂട്ടാനായിട്ടുള്ള മാർഗങ്ങൾ എന്തൊക്കെ ചെയ്യണം, അങ്ങനെ ഓരോ തിയറികളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിനകത്ത് പല തിയറികളും പഠിച്ചു. ERG തിയറി പഠിച്ചു, എബ്രഹാം മാസ്ലോവിൻ്റെ തിയറി പഠിച്ചു. അങ്ങനെ ഓരോ തിയറികളും നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ അടുത്ത തിയറികളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ മാനേജറിയൽ ഇംപ്ലിക്കേഷൻ, കഴിഞ്ഞ ആഴ്ച എക്സ്പെക്റ്റൻസി തിയറി, അതായത് ഓരോ വ്യക്തികളും എന്താണ് നമ്മൾ ചെയ്യുന്നത്, എന്താണ് ആഗ്രഹിക്കുന്നത്, ഓരോ വ്യക്തികൾ ഒരു ഓർഗനൈസേഷനിൽ വരുമ്പോൾ അവരെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് എന്തൊക്കെ തിയറികളാണുള്ളത്, അത് എബ്രഹാം മാസ്ലോവിൻ്റെ തിയറി പറഞ്ഞു, ERG തിയറി പറഞ്ഞു. അതുകൊണ്ട് എക്സ്പെക്റ്റൻസി തിയറി, ഓരോരുടെ പ്രതീക്ഷ, ഓരോരുത്തരും ഓരോ ഓർഗനൈസേഷനിൽ വരുമ്പം അവരുടെ പ്രതീക്ഷകൾ എന്താണ്, അവരെങ്ങനെയാണ് ചെയ്യുന്നത്, ഈ തിയറി എങ്ങനെയാണ് നമ്മൾ ഓരോ ഓർഗനൈസേഷനിലും നമ്മൾ ഇംപ്ലിക്കേഷൻ, അതിൻ്റെ ഗുണം, അല്ലെങ്കിൽ അതെങ്ങനെയാണ് അത് ഫലവത്താക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഓരോ തിയറിക്കും കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു എബ്രഹാം മാസ്ലോ തിയറിയുടെ ഹൈറാർക്കി തിയറി എന്ന് പറഞ്ഞാൽ എബ്രഹാം മാസ്ലോ തിയറി. എബ്രഹാം മാസ്ലോ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വ്യക്തികൾക്കും അവരുടെ ആഗ്രഹങ്ങൾ കാണും. അപ്പം ഏറ്റവും വളരെ ആഗ്രഹം എന്ന് പറയുന്നത്, അല്ലെ അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നത്, അവരുടെ ജീവിതത്തിൽ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അൾട്ടിമേറ്റ് എയിം ഒരു വ്യക്തിയുടെ എന്ന് പറയുന്നത് സെൽഫ് ആക്ച്വലൈസേഷനാണ്. അപ്പോൾ സെൽഫ് ആക്ച്വലൈസേഷനിലേക്ക് വരണമെങ്കിൽ ഓരോ പടികളും കൊണ്ട് ബേസിക് നീഡ് അവർ സാറ്റിസ്ഫൈ ചെയ്യണം, ബേസിക് നീഡ് ഫിസിയോളജിക്കൽ നീഡ് സാറ്റിസ്ഫൈ ചെയ്യണം, പിന്നെ അവരുടെ സേഫ്റ്റി, സെക്യൂരിറ്റി, ലവ്, കെയർ, അഫെക്ഷൻ, ബിലോങ്ങിങ്നെസ്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ സെൽഫ് എക്സ്റ്റീം ആൻഡ് സെൽഫ് ആക്ച്വലൈസേഷൻ, ഇത്രയും കാര്യങ്ങൾ അത് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാളുടെ സെൽഫ് ആക്ച്വലൈസേഷൻ എത്തുള്ളൂ. അപ്പോൾ ഓരോ ആൾക്കാരെയും നമ്മൾ ജോലി സ്ഥലത്തേക്ക് എടുക്കുമ്പോൾ, ഓരോ ആൾക്കാരുടെയും നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ അവരുടെ ആവശ്യം എന്താണ് എന്നറിഞ്ഞിട്ട് അവരെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യണം. ഇപ്പോൾ ERG തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ എന്താണ്, അവരുടെ എക്സ്പെക്റ്റൻസി എന്താണ്, അവരുടെ റിവാർഡ് എന്താണ്, അവർ ചിന്തിക്കുന്നത് എന്താണ്, അവരുടെ ഗോൾ എന്താണ്. അപ്പം ഈ രണ്ട് തിയറി തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ, ഒരു തിയറി, അത് എബ്രഹാം മാസ്ലോയുടെ തിയറി പറയുന്നതെന്ന് വെച്ചാൽ, ഓരോ സ്റ്റേജും കഴിഞ്ഞാൽ ഒരാളുടെ ബേസിക് നീഡ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവർ അടുത്ത നീഡിലേക്ക് പോകുന്നുള്ളൂ. അപ്പം ഓരോ നീഡും സാറ്റിസ്ഫൈ ചെയ്ത് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഒരാളെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റൂ. അവരുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്ന സെൽഫ് ആക്ച്വലൈസേഷൻ ആണെങ്കിലും ബേസിക് നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാത്തിടത്തോളം കാലം അടുത്ത നീഡിലേക്ക് അവർ പോകുന്നില്ല. ഇപ്പോൾ ഒരാളുടെ ഫിസിക്കൽ നീഡ്, ഒരാൾക്ക് വിശക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് ആഹാരം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞെങ്കിൽ മാത്രമേ അടുത്ത ആവശ്യത്തിലേക്ക് അവർ പോകുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് അയാൾ സേഫ്റ്റി, സെക്യൂരിറ്റിയെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. അപ്പം ഫിസിക്കൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾ അടുത്ത നീഡ് സേഫ്റ്റി, സെക്യൂരിറ്റിയെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. അതല്ല, അത് നമ്മൾ നേരിട്ട് സേഫ്റ്റി, സെക്യൂരിറ്റി കൊടുത്തു കഴിഞ്ഞാൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകില്ലെന്നും അയാളിൽ നിന്ന് വിചാരിക്കുന്ന അത്രയും ഗുണം നമുക്ക് കിട്ടില്ല എന്ന് പറയുന്നു. പക്ഷേ ERG തിയറി അങ്ങനെയല്ല, നമ്മൾ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, ഓരോ സ്റ്റേജുകളൊന്നും വേണ്ട കാര്യമില്ല. പക്ഷെ നമുക്ക് ഏത് ആണോ അവർക്ക് ആവശ്യം അതിനെ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാം എന്നുള്ളതാണ് പറഞ്ഞത്. ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ഈ രണ്ട് തിയറികൾ തമ്മിലുള്ള വ്യത്യാസം, ഒന്ന് എബ്രഹാം മാസ്ലോയുടെ തിയറി അനുസരിച്ച് ഓരോ സ്റ്റേജും കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജിലേക്ക് പോകുകയുള്ളൂ. അത് ERG തിയറി അങ്ങനെയല്ല, ഏത് രംഗത്ത് വേണമെങ്കിലും നമുക്ക് അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ മെയിൻ ആ രണ്ട് തിയറികൾ തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ എപ്പോഴും ചിലപ്പോൾ പരീക്ഷയ്ക്ക് തിയറി ചോദിക്കുമ്പോൾ ഈ രണ്ട് തിയറികളും തമ്മിൽ കമ്പാരിസൺ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ എബ്രഹാം മാസ്ലോ തിയറി, ERG തിയറി പറഞ്ഞ് ഇത് തമ്മിലുള്ള കമ്പാരിസൺ എന്താണ്, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത് പറയേണ്ടി വരും. ഓരോ ഇവൻ അസൈൻമെൻറ്റ് എഴുതുമ്പോഴും ആ ഒരു വ്യത്യാസം നമ്മൾ എടുത്ത് കാണിക്കേണ്ടി വരും. അപ്പോൾ ചിലപ്പം തിയറീസ് ഓഫ് മോട്ടിവേഷൻ തിയറീസ്, ഇൻഡസ്ട്രിയിലെ മോട്ടിവേഷൻ തിയറീസിനെ കുറിച്ചായിരിക്കും ചോദിക്കുന്നത്.
അപ്പോൾ ഓരോ തിയറിയുടെ ഇംപ്ലിക്കേഷൻസ്, ഈ തിയറി എങ്ങനെയാണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കുക, ഈ തിയറിയുടെ നമ്മൾ പഠിക്കുന്ന തിയറി കൊണ്ട് എങ്ങനെയാണ് നമ്മളത് ചെയ്യുക. അപ്പോൾ തിയറി പഠിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, എങ്ങനെയാണ് തിയറിയുടെ ആപ്ലിക്കേഷൻ, ആ ആപ്ലിക്കേഷനിൽ നിന്ന് എങ്ങനെ നമുക്ക് ഗുണം കിട്ടുന്നു, അതോടെ പറയുമ്പോൾ ആ തിയറിയുടെ പൂർണ്ണ ഭാഗമാകുന്നു. അപ്പോൾ ഇവിടെ മാനേജീരിയൽ ഇംപ്ലിക്കേഷൻ എക്സ്പെക്റ്റൻസി തിയറി എന്നത് ഇൻക്രീസിങ് പെർഫോമൻസ് എക്സ്പെക്റ്റൻസീസ്. അപ്പം ഒരാളുടെ ആ എഫേർട്ട് നമ്മൾ ഇൻക്രീസ് ചെയ്യുക. എങ്ങനെ? എഫേർട്ട് പെർഫോമൻസിൽ, അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മൾ ഇൻക്രീസ് ചെയ്യുക. അപ്പോൾ ഈ ഇംപ്ലിക്കേഷൻസ് തിയറി, ഈ എക്സ്പെക്റ്റൻസ് വരുമ്പോഴത്തേക്ക് നമ്മൾ അവരെ മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ ആ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ഉള്ള ഇംപ്ലിക്കേഷൻസ്, അപ്പോൾ ഈ തിയറി അനുസരിച്ച് അവരുടെ എഫേർട്ടിൻ്റെ, പെർഫോമൻസിൻ്റെ എഫേർട്ടിനെ, ചെയ്യാനുള്ള ജോലിയുടെ കാര്യക്ഷമതയെ നമ്മൾ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കാര്യക്ഷമത ഇൻക്രീസ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ പെർഫോം ചെയ്യുമ്പോൾ അയാളുടെ എന്താണോ ആളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ ആൾ എന്താണോ പ്രതീക്ഷിക്കുന്നത്, രണ്ട് രീതിയിലുണ്ട്. അപ്പോൾ ആളുടെ എഫേർട്ട്, അയാൾ ചെയ്യുന്ന ജോലിയുടെ എഫേർട്ട് അല്ലെങ്കിൽ കാര്യക്ഷമത ഇൻക്രീസ് ചെയ്യണമെങ്കിൽ നമ്മളുടെ എക്സ്പെക്റ്റൻസിയും അയാളുടെ എക്സ്പെക്റ്റൻസിയും അനുസരിച്ച് ഒരു ഒത്തൊരുമ വേണ്ടി വരും, ചർച്ച വേണ്ടി വരും. അപ്പോൾ ഇതാണ് ആദ്യം നമ്മൾ ചെയ്യുമ്പോൾ ഈ മാനേജറിയൽ ഇംപ്ലിക്കേഷൻസ് എക്സ്പെക്റ്റൻസ് തിയറി, നമ്മൾ അവരുടെ എക്സ്പെൻസും നമ്മുടെ എക്സ്പെൻസും തമ്മിൽ ആദ്യം ഇൻക്രീസ് ചെയ്യുക. ഇത് ഇൻക്രീസ് ഇൻ ദ പെർഫോമൻസ് ഔട്ട്കം ഇൻസ്ട്രുമെൻ്റലൈസ്. അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം, അവരുടെ ഔട്ട്കം, അവരുടെ എഫേർട്ടിനെ നമ്മൾ ഇൻക്രീസ് ചെയ്യണം. എഫേർട്ടിനെ ഇൻക്രീസ് ചെയ്യുന്നതോടെ അവരുടെ ഔട്ട്കമ്മിനെ, അതിൽ നിന്ന് കിട്ടുന്നതായ പ്രതിഫലം അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഡക്ഷൻ നമ്മൾ കൂട്ടണം. അപ്പം ഇത് രണ്ടുമാണ്. അപ്പം ഒന്ന്, നമ്മൾ അവരുടെ പെർഫോമൻസ് കൂട്ടുക, അതനുസരിച്ച് നമ്മൾ അവരുടെ ഔട്ട്കം കൂട്ടുക. അപ്പം ഔട്ട്കം മാത്രം കൂട്ടിയപ്പോൾ അവരുടെ വാലൻസീസ് കൂടെ കൂട്ടണം. അതിൻ്റെ വാല്യൂവും ബാക്കിയുള്ള കാര്യങ്ങളിലൂടെ കൂട്ടി കഴിയുമ്പോഴത്തേക്ക് മാത്രമേ അതിൻ്റെ ആ ഇംപ്ലിക്കേഷൻ, നമ്മൾ എന്താണ് പ്രതീക്ഷിക്കുന്ന ആ പ്രതീക്ഷയിലേക്ക് നമ്മൾ വരികയുള്ളൂ. അടുത്ത് ഇക്വിറ്റി തിയറി. ഇക്വിറ്റി തിയറി എന്ന് പറഞ്ഞാൽ, ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ രണ്ട് ഈക്വലായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് എടുക്കുന്നതാണ്. അപ്പോൾ ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ എങ്ങനെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ചെയ്യുന്നു. അപ്പോൾ ഞാനൊരു ഒരു 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 ഓർഗനൈസേഷൻ ജോലി കിട്ടുമ്പോൾ എനിക്ക് കിട്ടുന്നതായ ശമ്പളം, എനിക്ക് കിട്ടുന്നതായ കാര്യങ്ങൾ, ഞാൻ ഓരോന്നിൻ്റെ കമ്പാരിസൺ ഉണ്ട്. അപ്പോൾ ചെയ്യുന്ന ജോലിക്ക് തുല്യ വേതനം, അല്ലെങ്കിൽ ചെയ്യുന്ന ജോലിക്ക് മറ്റുള്ളവരുമായിട്ട് നോക്കുമ്പം അതേ രീതിയിൽ എനിക്ക് കിട്ടണം. ബൈബിളിനകത്തൊരു കഥ പറയുന്നത് മുമ്പന്മാർ പിൻപന്മാരും പിൻപന്മാർ മുമ്പന്മാരുമായി എന്ന് പറഞ്ഞിട്ട് ഒരു കഥയുണ്ട്. അത് നമ്മൾ ഈ ഇക്വിറ്റി തിയറിയൊക്കെ പഠിക്കുന്നതിന് മുമ്പ് അതൊന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഇന്ത്യൻ ഇത് തിയറി ഓഫ് മോട്ടിവേഷൻ ഉണ്ട്. ഇന്ത്യയുടെ പ്രതീക്ഷ എങ്ങനെയാണ്, ഇന്ത്യക്കാരെങ്ങനെ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ത്യൻ വേ ഓഫ് തിങ്കിങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ ഒരാൾ വന്ന് ജോലി ചെയ്യുന്നു, ഉച്ചയ്ക്ക് ഒരാൾ ജോലി ചെയ്യുന്നു, ഇടയ്ക്ക് ഒരാൾ വന്ന് ചെയ്യുന്നു. ഓരോരുത്തരും ജോലി ചെയ്ത് കഴിയുമ്പോൾ അവസാനം ശമ്പളം കിട്ടുമ്പോൾ അയാൾ പറയുന്നത്, എനിക്ക് കിട്ടിയ ശമ്പളം അല്ലെ എനിക്ക് കിട്ടിയ പ്രതിഫലവും അവസാനം വന്ന ആൾക്ക്, കുറച്ച് ചെയ്ത ആൾക്കാർക്ക് കിട്ടുന്ന പ്രതിഫലവും ഒന്നായി എന്ന് പറയുന്നുണ്ട്. ഒരു പരാതി പോലെ പറയുമ്പോൾ ദൈവം പറയും, നിനക്കുള്ളത് നിനക്ക് തന്നു, അവർക്കുള്ള അവർക്ക് കൊടുത്തു. അതിനകത്ത് പിന്നെ പറയുന്നത് മുമ്പന്മാർ പിൻപന്മാരും പിൻപന്മാരും മുമ്പന്മാരുമായി. ചിലപ്പോൾ ഒരുപക്ഷെ പുറകിൽ നിൽക്കുന്ന ആൾക്ക് കൂടുതലും, കുറച്ച് നിൽക്കുന്ന ആൾക്കാർക്ക്, മുമ്പിൽ നിൽക്കുന്ന ആൾക്ക് കുറവും കിട്ടും എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇതെപ്പോഴും ഒരു ഇൻഡസ്ട്രിയിൽ ഇത് എപ്പോഴും ബാധകമാണ്. കാരണം എന്ന് വെച്ചാൽ എല്ലാവരും അവരുടെ ഔട്ട്കം അല്ലെങ്കിൽ അവരുടെ ഇക്വിറ്റി മറ്റുള്ളവരുമായിട്ട് നോക്കുമ്പോൾ എൻ്റെ ജോലിക്ക് എനിക്കുള്ള പ്രതിഫലം എന്തൊക്കെയാണ് എന്ന് ചിന്തിക്കും. അതിനകത്ത് അണ്ടർ റിവാർഡ്സ്. അപ്പം ഞാൻ ചെയ്യുന്ന ജോലിക്ക് എനിക്ക് കിട്ടുന്ന, മറ്റുള്ളവരുമായിട്ട് കമ്പയർ, ഇത് ഞാൻ ചെയ്യുന്ന ജോലിക്ക് എന്നുള്ളതിനെക്കാട്ടിലും കൂടുതൽ ഞാൻ ചെയ്യുന്ന ജോലിക്ക് വേറൊരാൾക്ക് കിട്ടുന്നതുമായിട്ട് കമ്പയർ ചെയ്തിട്ടോ, ഞാൻ ചെയ്യുന്ന ജോലിക്ക് എനിക്ക് കിട്ടുന്ന പ്രതിഫലം എന്നുള്ളതിനെക്കാട്ടിലും കൂടുതൽ ഞാൻ ചെയ്യുന്ന ജോലിക്ക് വേറൊരാൾക്ക് കിട്ടുന്നതായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് നമ്മൾ വരുന്നത്. അപ്പം ഞാൻ ചെയ്യുന്ന ജോലിക്ക് എനിക്ക് കിട്ടുന്ന വേതനവും മറ്റുള്ളൊരു വേതനമായിട്ട് ഒന്നെങ്കിൽ അത് കൂടുതലാണ്, അത് കുറവാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് അണ്ടർ റിവാർഡ്സ് ആണ്. അപ്പം ഞാൻ ചെയ്യുന്ന ജോലിക്ക് എനിക്ക് വേണ്ടതായ വേതനം കിട്ടുന്നില്ല. അപ്പം എനിക്ക് ചെയ്യുന്ന ജോലിക്ക് ഒന്നെങ്കിൽ എൻ്റെ വേതനം, എനിക്ക് തരുന്ന വേതനം ഞാൻ ചെയ്യുന്ന ജോലിയെക്കാട്ടിലും കുറവാണെന്നോ, അല്ലെങ്കിൽ ഇതേ ജോലിക്ക് കിട്ടുന്ന കുറവാണ്, ഇങ്ങനെ വിടുക. അപ്പോൾ അണ്ടർ റിവാർഡ്സ് ആകുക എനിക്ക് കിട്ടുന്ന ജോലി. അപ്പം അത് അൺമോട്ടിവേറ്റഡ് ആണ്, അണ്ടർ മോട്ടിവേറ്റഡ് ആണ്, മോട്ടിവേഷൻ ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ കൂടുതൽ എഫേർട്ട് ഇടുന്നു, എനിക്ക് കുറച്ച് റിവാർഡ് കിട്ടുന്നു. അല്ലെങ്കിൽ എൻ്റെ ജോലിക്ക് തുല്യമായ വേറെ ആളോട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് അതിൻ്റെതായ റിവാർഡ് കിട്ടുന്നില്ല. അപ്പം ഇതാണ് നമ്മൾ പ്രശ്നം ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ഇതാണ്. അപ്പം
ഈ ഒരു അണ്ടർ റിവാർഡ് എന്ന് പറയുന്നത് ഇക്വിറ്റി തിയറിയിലെ ആദ്യത്തെ ഭാഗമാണ്. സെക്കൻഡ്, ഓവർ റിവാർഡ്. അപ്പൊ ഓവർ റിവാർഡ് എന്ന് എനിക്ക് കിട്ടുന്നതെന്ന് കൂടുതലല്ല, ഞാൻ ചെയ്യുന്ന ജോലിക്ക് മറ്റുള്ളവർ ചെയ്യുന്ന ജോലിക്ക് രണ്ടുകൂടെ കമ്പയർ ചെയ്യാം. അപ്പൊ ഞാൻ ചെയ്യുന്ന അതേ ജോലിക്ക് വേറൊരാൾക്ക് കൂടുതൽ കിട്ടുന്നു, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ജോലിയുമായിട്ട് ഈക്വൽ റേഷ്യോ കമ്പയർ ചെയ്യാം. ഇന്ന ജോലി ചെയ്യപ്പോൾ ഇത്ര കിട്ടി, ഇന്ന ജോലി ചെയ്യപ്പോൾ ഇത്ര കിട്ടണം, പക്ഷെ അത് കുറവാണ്. അല്ലെങ്കിൽ ഇതേ ജോലി വേറൊരാൾ ചെയ്യുന്നു, ആ ജോലിക്ക് അയാൾക്ക് കിട്ടുന്ന വേതനം എനിക്ക് കിട്ടുന്ന വേതനം തമ്മിൽ ഇതാണ്. അപ്പം അയാൾക്ക് കിട്ടുന്നത് കൂടുതലാണ്, അതിൽ എനിക്ക് കിട്ടുന്നത് കൂടുതലാണെന്നുള്ളതിലല്ല. അപ്പം സെയിം എഫേർട്ട് ഇടുമ്പോൾ വേറൊരാൾക്ക് കൂടുതൽ കിട്ടുന്നു. അപ്പോൾ എൻ്റെ ജോലിക്ക് കുറവാണ് എനിക്ക് വേതനം കിട്ടുന്നത്. മറ്റേത് ആദ്യം തന്നെ പറയാം, എൻ്റെ ജോലിക്ക് കുറവാണ്. ഇത് മറ്റുള്ളവർ കമ്പയർ ചെയ്യുമ്പോൾ ഓവർ റിവാർഡ് ചെയ്യും, മറ്റുള്ളവർക്ക് കൂടുതൽ കിട്ടുന്നു. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് പ്രസന്റ് പൊസിഷൻ വിത്ത് ദ സെയിം എക്സ്പീരിയൻസ് ദോസ് ഹോൾഡിങ് എ സിമിലർ പൊസിഷൻ. അപ്പോൾ പിന്നെ സെൽഫ് ഇൻസൈഡാണ്. എൻ്റെ അതേ ജോലി ചെയ്യുന്ന ഒരാൾക്ക് എന്നെക്കാളും കൂടുതൽ കിട്ടുന്നു. മറ്റേത് ജോലിയുടെ ഇതായിരുന്നു, ഇത് ഒരേ രണ്ട് മാനേജേഴ്സ്. അപ്പോൾ ഒരു മാനേജർക്ക് കിട്ടുന്നത് മറ്റേ മാനേജർക്ക് കിട്ടുന്നത് കുറവാണ്. അപ്പം എൻ്റെ പൊസിഷനും ഓർഗനൈസേഷൻ ഞാൻ മാനേജർ എന്നുള്ള പൊസിഷനാണെങ്കിലും എനിക്ക് കിട്ടുന്ന ശമ്പളം മറ്റുള്ളവരുമായിട്ടുള്ള വ്യത്യാസം. ഈ ഇക്വിറ്റി തിയറി പഠിക്കുമ്പോൾ ഇത് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. സെൽഫ് ഇൻസൈഡ് എന്ന് പറയുന്നത് എൻ്റെ ഫീലിംഗ് ആണ്. ഞാൻ ചെയ്യുന്ന ജോലിക്ക് അതേ രീതിയിൽ ഇരിക്കുന്ന ഒരാൾക്ക് കിട്ടുന്നതായിട്ടുള്ള കമ്പാരിസൺ ആണ്. അപ്പോൾ ഒരേ ഓർഗനൈസേഷനിൽ എനിക്ക് 2 പേർക്ക് ഒരേ ജോലി ചെയ്യുന്ന 2 പേർക്ക് 2 വേതനം. അതുപോലെ തന്നെ സെൽഫ് ഔട്ട്സൈഡ്. അപ്പം ഇതേ ജോലി ഞാൻ ഇവിടെ ചെയ്യുന്നു, ഇതേ ജോലി വേറെ ആൾ വേറെ ഓർഗനൈസേഷൻ ചെയ്യുന്നു. മാനേജറായിട്ട് ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നതും ഇതേ തൊഴിൽ വേറൊരു ഓർഗനൈസേഷനിൽ കിട്ടുന്നതായിട്ട്, അപ്പോൾ സെൽഫ് ഔട്ട്സൈഡായി. ദെൻ അതർ ഇൻസൈഡായി. അപ്പം വേറെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിവിജ്വലും ഗ്രൂപ്പും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യണം. ഒരു എംപ്ലോയീസ് കമ്പയർസ് വിത്ത് ദ പ്രസന്റ് പൊസിഷൻ വിത്ത് ദ അതർ ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ്. ഇതേ ജോലി ചെയ്യുന്ന മറ്റേ കുറേ ഗ്രൂപ്പുകൾ, ഇതേ ജോലി ചെയ്യുന്ന ഈ ഗ്രൂപ്പ്, ഇങ്ങനെ ഗ്രൂപ്പ് അതർ ഇൻസൈഡാണ്, മറ്റുള്ളവരായിട്ട് നമ്മൾ ചെയ്യുകയാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ, ഇതിൻ്റെ ചേഞ്ച് ദ ഇൻപുട്സ്. അപ്പോൾ ഇതെങ്ങനെ നമുക്കിത് ഫലവത്താക്കാൻ പറ്റും? അപ്പം നമുക്ക് ഒന്നുകൂടെ ഇതിൻ്റെ കാര്യങ്ങൾ നോക്കാം. ഈ ഏതൊക്കെയാണ് ഇക്വിറ്റി തിയറി? അണ്ടർ റിവാർഡാണ്. അപ്പം അണ്ടർ റിവാർഡ് എന്ന് വെച്ചാൽ ചെയ്യുന്ന ജോലിക്ക് തുല്യമായ വേതനം കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ജോലിക്ക് അതിന് ഈക്വലായിട്ടുള്ളത് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഇതേ ജോലി ചെയ്യുന്ന മറ്റുള്ളവർക്ക് എന്നെക്കാട്ടിലും കൂടുതൽ കിട്ടുന്നു. മറ്റേത് ഓവർ റിവാർഡാണ്. അപ്പം നമ്മൾ ചെയ്യുന്ന ഇതേ ജോലിക്ക് ഇതേ റേഷ്യോയിൽ എനിക്ക് കിട്ടാം. ഇന്ന് ചെയ്യുന്ന ജോലിക്ക് ഇതേ റേഷ്യോ കിട്ടുന്നത്, അത് ഒരു ജോലി ചെയ്തപ്പോൾ 1 രൂപ കിട്ടി, അതേ ജോലി ചെയ്യുമ്പോൾ നമുക്ക് 2 രൂപ കിട്ടണം. ചിലപ്പോൾ അത് കുറഞ്ഞു പോകാം. അപ്പോൾ ഇതേ ജോലി വേറെ ആൾ ചെയ്യുമ്പോൾ 2 രൂപ കിട്ടുന്നുണ്ടാകാം. അപ്പം ഇതാണ് ഈ ഓവർ റിവാർഡ് എന്ന്. അപ്പം മറ്റേത് എനിക്ക് കുറവ് കിട്ടുന്നു എന്നുള്ളതും, മറ്റേത് എന്നേക്കാൾ കൂടുതൽ മറ്റുള്ളവർക്ക് കിട്ടുന്നതും, അല്ലെങ്കിൽ ഞാൻ ചെയ്ത ഒരേ ജോലിക്ക് അതിൻ്റെ അനുപാതികമായിട്ട് കിട്ടുന്നില്ല. അപ്പോൾ അത് ഓവർ റിവാർഡ് എന്ന് പറയും. അണ്ടർ റിവാർഡ്, ഓവർ റിവാർഡ്. ദെൻ സെൽഫ് ഇൻസൈഡ്. ഒരേ ജോലി ഒരേ സ്ഥാപനത്തിൽ 2 പേര് ചെയ്യുമ്പോൾ 2 ശമ്പളം കിട്ടുന്നു. അതുപോലെ തന്നെ ഒരേ ജോലി 2 ഓർഗനൈസേഷനിൽ ചെയ്യുമ്പോൾ വ്യത്യാസം വരുന്നു. അപ്പോൾ ഓർഗനൈസേഷനുമായിട്ടുള്ള കമ്പാരിസൺ. മറ്റേ ഒരേ സ്ഥാപനത്തിൽ 2 പേര് തമ്മിലുള്ളതും, ഇത് സെൽഫ് ഔട്ട്സൈഡ് ഒരേ ജോലി 2 സ്ഥാപനങ്ങളിൽ ചെയ്യുന്നതാകും. അതല്ല എന്നുണ്ടെങ്കിൽ അതർ ഇൻസൈഡ്, അല്ലെങ്കിൽ ഇത് ഓർഗനൈസേഷനുമായിട്ട് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യാം. അപ്പം ഈ ഇക്വിറ്റി തിയറിയുടെ ഓരോ ഭാഗങ്ങളും നമ്മൾ പഠിക്കണം. ഓവർ റിവാർഡ് ഉണ്ട്, അണ്ടർ റിവാർഡ് ഉണ്ട്, സെൽഫ് ഇൻസൈഡ് ഉണ്ട്, സെൽഫ് ഔട്ട്സൈഡ് ഉണ്ട്, അതർ ഇൻസൈഡ് ഉണ്ട്, ദെൻ അതർ ഔട്ട്സൈഡ്. ഒന്ന് അതർ ഇൻസൈഡ്, അതർ ഔട്ട്സൈഡ്. അപ്പം ഒരേ ഓർഗനൈസേഷനിൽ ഓരോ ഗ്രൂപ്പുകാരുമായിട്ട് ഉള്ള കമ്പാരിസൺ, അല്ലെങ്കിൽ ഇതേ ഗ്രൂപ്പുകൾ മറ്റുള്ള ഗ്രൂപ്പുകാരുമായിട്ടുള്ള കമ്പാരിസൺ. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കണം. ഒന്ന് ഓവർ റിവാർഡ്, അണ്ടർ റിവാർഡ്, സെൽഫ് ഇൻസൈഡ്, സെൽഫ് ഔട്ട്സൈഡ്, അതർ ഇൻസൈഡ്, അതർ ഔട്ട്സൈഡ്. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ഇക്വിറ്റി തിയറിയിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. കാരണം ഇക്വിറ്റി തിയറി പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ഇക്വിറ്റി തിയറി എന്ന് വെച്ചാൽ ജോലിക്ക് കിട്ടുന്ന വേതനം മറ്റുള്ളവരുമായിട്ട് കമ്പാരിസൺ ചെയ്യുന്നതാണ്. അത് ഒരു വ്യക്തിയോട് തന്നെയും ജോലിയുമായിട്ട് കമ്പയർ ചെയ്യാം. ഒരു വ്യക്തി അവന് കിട്ടുന്ന ശമ്പളവും വേറെ ആളുമായിട്ട് കമ്പയർ ചെയ്യാം.
അതല്ലാതെങ്കിൽ ഞാൻ ചെയ്യുന്ന ഒരേ ജോലിക്ക് അതിൻ്റെ അടുത്ത ലെവലിലേക്ക് പോകുമ്പോൾ എനിക്കതിന് ഈക്വലായിട്ട് കിട്ടുന്നതാകാം. പിന്നെ ഒരേ ജോലി ചെയ്യുന്ന 2 പേര് ഒരേ ഓർഗനൈസേഷനുള്ളതാകാം. ഒരേ ജോലി ചെയ്യുന്ന 2 പേര് 2 ഓർഗനൈസേഷനുള്ളതാകാം. ഒരേ ജോലി ചെയ്യുന്ന ഓരോ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ, ഓരോ സെറ്റ് ഓഫ് ആൾക്കാർ ഒരു ഇൻഡസ്ട്രിയിലുള്ളതാകാം. ഒരേ ജോലി ചെയ്യുന്ന ആൾക്കാർ അതർ ഇൻഡസ്ട്രിയിലുള്ള ഗ്രൂപ്പുകളാകാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കണം. 6 കാര്യമാണ്. അണ്ടർ, ഓവർ, സെൽഫ് ഇൻസൈഡ്, സെൽഫ് ഔട്ട്സൈഡ്, അതർ ഇൻസൈഡ്, അതർ ഔട്ട്സൈഡ്. അപ്പോൾ ഇതിൻ്റെ ഇംപ്ലിക്കേഷൻസ് നമുക്ക് എങ്ങനെ നോക്കാം. അപ്പോൾ എങ്ങനെയാണ് ഒരാളെ നമ്മൾ ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ചെയ്യാം. അപ്പോൾ ഒരേ ജോലിയിൽ അപ്പോൾ നമുക്ക് ഈ തിയറി വെച്ചിട്ട് നമ്മളിത് എങ്ങനെയാണ് ഇത് ഇൻപുട്സ് എ പേഴ്സൺ മേ ചേഞ്ചസ് ഓർ എ ലെവൽ ഓഫ് വാട്ട് ആറ്റ് എംപ്ലോയീസ് ഹു ഫീൽസ് അണ്ടർ വാട്ട് ലൈക്ലി ടു വർക്ക് ലെസ് ഹാർഡ്. അപ്പോൾ ഇതിനകത്ത് എന്താ പ്രശ്നം ഉണ്ടാകുന്ന വെച്ചാൽ എനിക്ക് കിട്ടുന്ന ശമ്പളവും വേറൊരാൾക്ക് കിട്ടുന്ന ശമ്പളവും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ ചെയ്യുന്ന ജോലിക്ക് എന്നെപ്പോലെ ചെയ്യുന്ന ഒരാൾക്ക് കിട്ടുന്ന വ്യത്യാസം ഞാൻ ജോലി ചെയ്യാൻ കുറവ് ഇൻട്രസ്റ്റ് കാണിക്കും. അല്ലെങ്കിൽ കൂടുതൽ കിട്ടുന്ന ആൾ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ചെയ്യുന്നതാണ്. അപ്പം ഇത് ഒരു വലിയ പ്രശ്നമാണ്. അപ്പം ചേഞ്ച് ദ ഇൻപുട്സ്. അപ്പം 2 പേർക്കും കൊടുക്കുന്നതായ ഇൻപുട്സിന് വ്യത്യാസം വരുന്നതിനെ നമ്മൾ കുറയ്ക്കണം. അപ്പം അങ്ങനെ 2 എംപ്ലോയി, അപ്പം 2 എംപ്ലോയി മോട്ടിവേഷൻ ചെയ്യാൻ പറ്റില്ല. അപ്പം 2 എംപ്ലോയീസ് ഒരേ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെങ്കിൽ അവരുടെ 2 പേരുടെയും വേതനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കും. വേതനത്തിൽ അല്ലെ അവരുടെ മോട്ടിവേറ്റ് ചെയ്യാൻ ഒരേ രീതി നമ്മൾ കാണണം. അതിന് വ്യത്യാസമുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ഇൻപുട്ട് ചേഞ്ച് ചെയ്യണം. എന്ന് വെച്ചാൽ കൂടുതലുള്ള ആൾക്കാരെ കുറയ്ക്കുക എന്നുള്ളതിനെ കുറിച്ചല്ല, കുറവ് കൊടുക്കുന്ന ആളുടെ എങ്ങനെ എഫേർട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അവരെ എങ്ങനെ നമുക്ക് അടുത്ത ലെവലിലേക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും. അടുത്തതെന്ന് വെച്ചാൽ ചേഞ്ച് ദ ഔട്ട്കംസ്. അപ്പം ഒരാളുടെ റിവാർഡ് കൊടുക്കുന്നതുകൊണ്ട് ഒന്നെങ്കിൽ ആളോട് പറയുക നീ ചെയ്യുന്ന ജോലി മറ്റേ ആളുമായിട്ട് ചെയ്തിട്ട് അത് ആ ഒരു മേക്കിംഗ് അതിന് ഇംപ്രൂവ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ആ കമ്പനിയിൽ എങ്ങനെ അൺഓതറൈസ് എങ്ങനെയായിട്ട് റിവാർഡ് ചെയ്യുന്നത്. ചിലപ്പോൾ നീ ഇതേ ജോലി ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് ഔട്ട്കം കിട്ടുമ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും കോമ്പൻസേറ്റ് ചെയ്യാം, അത് നമ്മൾ പറയാറുണ്ട്. അപ്പം ഇത് മാത്രമല്ല വേറെ എങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ 2 പേര് തമ്മിൽ കമ്പയർ ചെയ്യാനായിട്ടുള്ളതായ സാഹചര്യം നമ്മൾ കുറയ്ക്കുക. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ സ്ഥാപനത്തിൽ ചെയ്യുന്ന ഏതെങ്കിലും ഇപ്പം ഒരേ ജോലി ചെയ്യുന്ന 2 പേരുണ്ടെന്ന് ഇരിക്കട്ടെ, നമുക്ക് ചെറിയൊരു വ്യത്യാസം വരും. ഒരാൾക്ക് വേറൊരു മാനേജ് ഓപ്പറേഷൻസ്, മാനേജർ സെയിൽസ്. അപ്പോൾ ഇത് വരുമ്പോൾ നമുക്ക് സെയിൽസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇപ്പം ചിലപ്പോൾ ഓപ്പറേഷൻ ചെയ്ത് കൂടുതലാണെങ്കിൽ സെയിൽസ് ചെയ്യുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് അതിലും കൂടുതൽ കിട്ടാം. സെയിൽസ് കിട്ടുമ്പോൾ ഇതിനൊരു പ്രൊമോഷൻ കിട്ടും. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ആ കമ്പാരിസൺ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ദെൻ ചേഞ്ച് ദ കമ്പാരിസൺ വിത്ത് അതേഴ്സ് ഔട്ട്കം. വേറൊരാളുടെ ഇതുമായിട്ട് നമ്മളെ ഇതുമായിട്ട് അപ്പോൾ ചോദിച്ചിട്ടുള്ള കമ്പാരിസണുള്ള അവസരങ്ങൾ നമ്മൾ കുറയ്ക്കാതിരിക്കുക. എന്നിട്ട് അവരെ ഒരു ഫേവറബിളായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുക. അപ്പം നമ്മൾ ഇത് എങ്ങനെയൊക്കെയാണ് നമ്മളിത് അറിയാമെങ്കിൽ അതിന് എങ്ങനെയൊക്കെ നമുക്ക് ഈക്വിറ്റി തിയറി നമുക്കിവിടെ ചെയ്യാം. ഒരാളുടെ പെർസെപ്ഷൻ, അപ്പം മറ്റൊരാളെ കാണുന്ന പെർസെപ്ഷൻ, അപ്പോൾ ഒരു കോവർക്കർ ചെയ്യുന്ന പെർസെപ്ഷൻ, ഇപ്പോൾ കോവർക്കറെ നമ്മൾ കാണുന്ന പ്രശ്നം നമ്മുടെ അതിനോടുള്ള മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ അടിസ്ഥാനപരമായി നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന, അതാണ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. എൻ്റെ ആ ഒരു കാര്യത്തിനോടുള്ള എൻ്റെ വിലയിരുത്തൽ, ആ പെർസെപ്ഷൻ അതിനെ ഒന്ന് മാറ്റുക. നമ്മളെങ്ങനെ ചെയ്യുക, ആ ഔട്ട്കമും ഇതുമായിട്ടുള്ള വ്യത്യാസങ്ങൾ നമ്മൾ കുറയ്ക്കുക. ഇല്ലെങ്കിൽ ഇതെന്താ ചെയ്യുന്നത്, ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ഒന്നും ഇത് ചെയ്യുക, അല്ലെങ്കിൽ അവിടെ ഈ ലീവ് ദ ഫീൽഡ്, ആ ഫീൽഡിൽ നമ്മൾ മാറ്റി നമ്മൾ അവരെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കാം. അപ്പം അല്ലെങ്കിൽ ഇക്വിറ്റി ദ കീപ്പിംഗ് അവേ ഫ്രം ദ ഓഫീസ് അനദർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ക്വിറ്റിംഗ് ദ ജോബ്. ഒന്നെങ്കിൽ എന്ത് ചെയ്യുക, അവരെ നമ്മൾ ജോലിയിൽ നിന്ന് മാറ്റുക, അല്ലെങ്കിൽ അവരുടെ ഫീൽഡ് നമ്മൾ മാറ്റുക, അല്ലെങ്കിൽ 2 കമ്പയർ ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ നമ്മൾ അവർക്ക് കൊടുക്കാതിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ തിയറിയിൽ നമ്മൾ ഇക്വിറ്റി തിയറി ഇംപ്ലിക്കേഷൻ ഓഫ് ഇക്വിറ്റി തിയറി. അല്ലെങ്കിൽ ഇത് നമുക്ക് ഇതെങ്ങനെയൊക്കെ നമ്മൾ ചെയ്യും, ഇതൊക്കെയാണ് നമ്മൾ ആ ഇക്വിറ്റി തിയറിയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തൊക്കെയാണ് ഇക്വിറ്റി തിയറി ഉണ്ടാകുമ്പോൾ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഉണ്ടാകുക. അപ്പോൾ ഇതിനെ എങ്ങനെ നമ്മൾ അവോയ്ഡ് ചെയ്യാം. ഒന്നെങ്കിൽ അണ്ടർ പേയ്മെൻറ്റ് നമ്മൾ ഒഴിവാക്കുക.
ഇതല്ല എങ്കിൽ ഓവർ പേയ്മെൻറ്റ് നമ്മൾ കുറയ്ക്കുക, ഒരാൾക്ക് ഒരേ ജോലിക്ക് വേറെ കൂടുതൽ കൊടുക്കാതിരിക്കുക. അപ്പോൾ അല്ലെങ്കിൽ എംപ്ലോയീസുമായിട്ട് നമ്മൾ ഓപ്പൺ, എന്തുകൊണ്ട് നമ്മളിത് കൊടുക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ അവരെ മനസ്സിലാക്കി കൊടുക്കാം. അപ്പോൾ ഒന്നുകൂടെ ഇക്വിറ്റി തിയറി നോക്കാം. ഇക്വിറ്റി തിയറി നോക്കേണ്ട കാര്യം വെച്ചാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറികളാണ്. ഒന്ന് അണ്ടർ റിവാർഡ് ആകണം, അതാണ് പ്രശ്നം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഓവർ റിവാർഡ് ആകുക. അത് അല്ല എന്നുണ്ടെങ്കിൽ സെൽഫ് ഇൻസൈഡ് അവനും മറ്റുള്ളവരുമായിട്ടുള്ള കമ്പാരിസൺ, ഒരേ ഓർഗനൈസേഷനിലുള്ള കമ്പയർ ചെയ്യുക, അല്ലെങ്കിൽ ഒരേ ജോലി ചെയ്യുന്ന 2 ഓർഗനൈസേഷനിലുള്ള ആൾക്കാർ കമ്പയർ ചെയ്യുക. അതല്ല എന്നെങ്കിൽ ഇൻസൈഡ് അകത്തുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുക, അല്ലെങ്കിൽ പുറത്തുള്ള ഓർഗനൈസേഷനുമായിട്ട് നമ്മൾ ചെയ്യുക. അപ്പോൾ എന്തൊക്കെയാണ് ഇക്വിറ്റി തിയറിയിൽ ഉണ്ടാകുന്ന നമ്മളെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഒന്നെങ്കിൽ ആൾക്കാർ അവിടെ നിന്ന് ജോലികൾ ചേഞ്ച് ചെയ്യാനായിട്ടുള്ള സ്വഭാവം നമ്മൾ കാണിക്കുന്നതാണ്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലിയുടെ ഔട്ട്കം നമ്മൾ കുറയ്ക്കാനായിട്ട് ബാധിക്കുന്നതാണ്, അല്ല കമ്പാരിസൺ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഉണ്ടാകുന്നതാണ്, അല്ലെങ്കിൽ അതേഴ്സ് മറ്റുള്ള ആൾക്കാരുമായിട്ട് ചെയ്യും, അപ്പം നമുക്ക് ജോലി ചെയ്യാനുള്ള ഇത് മോട്ടിവേഷൻ കുറഞ്ഞു പോകുന്നതാണ്, അല്ലെങ്കിൽ അവരുടെ പെർസെപ്ഷൻ, അവരുടെ ചിന്താഗതികൾ, അവരുടെ കാഴ്ചപ്പാടുകൾ നമുക്ക് അവരിൽ വ്യത്യാസം വരാം. അപ്പോൾ ഇതിന് നമുക്ക് അല്ലെങ്കിൽ ആ ഫീൽഡ് ലീവ് ചെയ്യാനുള്ള സാധ്യത നമുക്കുണ്ടാവും. ഇതിന് നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്? അവോയ്ഡ് അണ്ടർ പേയ്മെൻറ്റ്. ഒരേ ഓർഗനൈസേഷൻ തന്നെ നമ്മൾ അണ്ടർ പേയ്മെൻറ്റ്, ഈ ചെയ്യുന്ന ജോലിക്ക് തുല്യമായി എല്ലാവർക്കും ഒരേ രീതിയിൽ വേതനം കൊടുക്കാനായിട്ടുള്ള ഒരു ഇതുണ്ട്. അണ്ടർ പേയ്മെൻറ്റ് ഒഴിവാക്കുക. അതല്ല എങ്കിൽ അവോയ്ഡ് ഓവർ പേയ്മെൻറ്റ്, വേറെ ആൾക്ക് കൂടുതൽ കൊടുക്കുന്നുണ്ട്, അത് നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഓപ്പൺ ആൻഡ് ഓണസ്റ്റ്, എന്തുകൊണ്ട് നമ്മൾ ഇത് ചെയ്യുന്നു എന്നുള്ളത് എംപ്ലോയീസുമായിട്ട് മനസ്സിലാക്കുക. അപ്പം ഒരാളെ ഇക്വിറ്റി തിയറി അനുസരിച്ച് മോട്ടിവേറ്റ് ചെയ്യണം. എന്തുകൊണ്ടാണ് ഒരാൾ മോട്ടിവേറ്റ് ആകാത്തത്, അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെയാണ് സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഇംപ്ലിക്കേഷൻസ് വരുന്നത്. അപ്പോൾ സൈക്കോളജിസ്റ്റിൻ്റെ ജോലിയാണ്, ഇൻഡസ്ട്രി സൈക്കോളജിസ്റ്റിൻ്റെ ജോലിയാണ് എന്തുകൊണ്ടാണ് ഇയാൾ മോട്ടിവേറ്റഡ് ആകുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ വിചാരിക്കുന്നതായ ഔട്ട്കം ഒരാളിൽ നിന്ന് കിട്ടുന്നില്ല. ഇങ്ങനെ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതിനെ ഓവർകം ചെയ്യാനായിട്ടുള്ളതാണ് ഒരു സൈക്കോളജിസ്റ്റിൻ്റെ ജോലി വരും. ഇനി ഗോൾ സെറ്റിംഗ് തിയറി. ഇപ്പോൾ ഗോൾ സെറ്റ് ചെയ്യാൻ ഗോൾ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ഗോൾ അക്സെപ്റ്റൻസ് ഉണ്ടാകണം. അതായത് നമ്മൾ ഒരു ടാർഗറ്റ്, നമ്മളൊരു ഓപ്പൺനെസ്, നമ്മൾ പറഞ്ഞത് നമ്മളൊരു തീരുമാനം എടുക്കുന്ന സമയത്ത് എല്ലാവരും പറയുകയാണ് നമ്മൾ ആ ഗോൾ അക്സെപ്റ്റൻസ് വേണം. നമ്മൾ പറയുമ്പോൾ ഒരു ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ ഗോൾ അക്സെപ്റ്റൻസ്, അതായത് ഈ വർഷം നമ്മളൊരു കമ്പനിയുടെ ടാർഗറ്റ് നമ്മൾ വെക്കാൻ പോകണം, ഇന്ന് ഉള്ളതിനെക്കാട്ടിലും 6 ഇരട്ടി അല്ലെങ്കിൽ 5 ഇരട്ടി നമ്മൾ ഗോൾ അക്സെപ്റ്റ് ചെയ്ത് അത് എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ വേണം. സെയിൽസ് നമ്മൾ കൂട്ടണം. അപ്പോൾ നമ്മൾ ഓവർ ആയിട്ട് നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്താൽ അതിന് അക്സെപ്റ്റൻസ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മൾ അച്ചീവ് ചെയ്തതിൻ്റെ താഴെ വന്നു കഴിഞ്ഞാൽ നമുക്കുണ്ടാകില്ല. അപ്പോൾ ഗോൾ സെറ്റിംഗ് തിയറിയിൽ ഫസ്റ്റ് വന്നത് ഗോൾ അക്സെപ്റ്റൻസ് ഉണ്ടായിരിക്കണം, പിന്നെ സ്പെസിഫിസിറ്റി ഉണ്ടായിരിക്കണം. ഗോൾ സ്പെസിഫിക് ആയിരിക്കണം, ചുമ്മാ നമ്മൾ പറയാൻ പറ്റില്ല. നമ്മൾ ഇന്ന് ചെയ്യുന്നതിൽ കൂടുതൽ ചെയ്യണം. എന്ത് കൂടുതൽ ചെയ്യണം, എന്ത് ബിസിനസ് ചെയ്യണം. ഒരേ കമ്പനി തന്നെ പല ബിസിനസ് ഉണ്ടെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഒരു ജോലി ചെയ്യുന്ന ജോലിക്കാർക്ക് പലതുണ്ട്. അപ്പോൾ ഇവർക്ക് കൊടുക്കുന്ന ജോലിയുടെ സ്പെസിഫിസിറ്റി, ക്ലാരിറ്റി ഉണ്ടായിരിക്കണം, പിന്നെ ഒരു ചലഞ്ചിങ് ആയിരിക്കണം. ദെൻ അത് കഴിഞ്ഞ് നമുക്ക് ഫീഡ്ബാക്ക് കിട്ടണം. അപ്പം നമ്മൾ ഗോൾ സെറ്റ് ചെയ്താൽ മാത്രം, ഗോൾ സെറ്റിങ്ങിൽ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഒന്ന്, തൊഴിലാളികൾക്ക് അല്ലെങ്കിൽ ആ ഓർഗനൈസേഷന് അക്സെപ്റ്റൻസ് ഉള്ളതായ ഗോളെ നമ്മൾ കൊടുക്കാവുള്ളൂ. അത് സ്പെസിഫിക് ആയിരിക്കണം, അത് ചലഞ്ചിങ് ആയിരിക്കണം. ചലഞ്ചിങ് അല്ലാത്ത ഗോളുകൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരിക്കലും അവർക്ക് ജോലി ചെയ്യാൻ വേണ്ടി വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യത ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ ഫീഡ്ബാക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ട് അവരുടെ നിന്നുള്ള ഫീഡ്ബാക്കോട് നമ്മൾ നോക്കണം. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ മാനേജർ ഇംപ്ലിക്കേഷൻ. അപ്പോൾ ഗോൾ സെറ്റിങ്ങിനകത്ത് ഇത്തരം കാര്യങ്ങൾ, ഗോള് ഒരു സ്പെസിഫിക് ആയിരിക്കണം, അത് റിയൽ ഗോൾ ആയിരിക്കണം, ഗോൾ റിയൽ ആയിരിക്കണം. ആ റിയൽ ആയിട്ട് നമുക്ക് അത് സ്പെസിഫിക് ആയിരിക്കണം, അത് ടാർഗറ്റ് നമ്മൾ ക്ലിയർ ആയിരിക്കണം, അത് ചലഞ്ചിങ് ആയിരിക്കണം, അതെല്ലാവർക്കും അക്സെപ്റ്റബിൾ ആയിരിക്കണം. അതാണോ ഇല്ല അവരുടെ ഫീഡ്ബാക്ക് നമ്മൾ സെറ്റ് ചെയ്യാൻ പോയിട്ട് എന്താണ് അതിൻ്റെ ഫലം, എന്താണ് അത് കിട്ടുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഇതിൻ്റെ ഗോൾ മാനേജർ എന്തൊക്കെയാണ് ഈ ഗോൾ സെറ്റിങ്ങിൻ്റെ ഇംപ്ലിക്കേഷൻ. അപ്പോൾ പെർസിസ്റ്റൻസ് ഓഫ് ഒരാളുടെ കണ്ടിന്യൂറ്റി, ഒരാൾ ഇൻക്രീസ്, അയാൾ ചെയ്യുന്ന ജോലികളിൽ ഒരു പെർസിസ്റ്റൻസ് ആയിട്ടുള്ള ഇൻക്രീസ് അല്ലെങ്കിൽ എഫേർട്ട് നമുക്ക് അയാളിൽ നിന്ന് വേണ്ടി വരും. അപ്പം അയാളുടെ ജോലി, അപ്പം ഞാൻ ചെയ്യുന്ന ഒരു ജോലിക്ക് എനിക്ക് തരുന്ന ഗോൾ ഞാൻ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ക്ലിയർ ഉണ്ടെങ്കിൽ, അത് ചലഞ്ചിങ് ആണെങ്കിൽ
ഞാനത് ചെയ്യാനായിട്ടതായിരുന്നു. അപ്പം ഇവൻ എപ്പോഴും നമ്മളൊരു ഗോൾ കൊടുക്കുമ്പം അത് പെർസിസ്റ്റൻസ് എഫോർട്ട് ഒരാളുടെ ഇൻക്രീസ് ചെയ്യുന്ന ഒരെണ്ണമായിരിക്കണം, അത് കൂട്ടണം. ദെൻ റെഗുലേറ്റിംഗ് വൺസ് എഫോർട്ട് ടുവേർഡ്സ് എഫക്റ്റീവ് വർക്ക് ബിഹേവിയേഴ്സ്. അപ്പം അതിനെ റെഗുലേറ്റ് ചെയ്യാം. നമ്മൾ ഗോൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ അവിടെ നിൽക്കുക എന്നുള്ളത് മാത്രമല്ല, ഇതിനെ റെഗുലേറ്റ് ചെയ്യണം. നമ്മൾ കൊടുത്ത ഗോൾ എന്താണ്, അതിൻ്റെ റിസൾട്ട് എന്താണ്, അതിന് കറക്റ്റായിട്ട് നമ്മൾ ജോലികൾ നടക്കുന്നുണ്ടോ, ആൾ ചെയ്യുന്നുണ്ടോ, അപ്പോൾ ഇത് റെഗുലേറ്റ് ചെയ്യണം. അപ്പോൾ റെഗുലേറ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ ഒരു കാര്യം ഒരു ഫാനിൻ്റെ റെഗുലേറ്റർ എന്ന് പറഞ്ഞാൽ അത് റെഗുലേറ്റ് ചെയ്യുക, അതിൻ്റെ സ്പീഡ് നമ്മൾ കൂട്ടുകയും കുറയ്ക്കുകയും നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചെയ്യുക. അപ്പം ഇതേപോലെ തന്നെ ഒരാളുടെ പ്രവൃത്തിയെ നമ്മൾ കൂട്ടുകയും കുറയ്ക്കുകയും എല്ലാം ചെയ്യേണ്ടി വരും. ഇവിടെ റെഗുലേറ്റ് ചെയ്യുകയെന്ന് വെച്ചാൽ അതൊരു സ്ട്രീം, അത് കറക്റ്റ് സ്ട്രീമിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. പിന്നെ ഡയറക്റ്റിംഗ് വൺസ് അറ്റൻഷൻ ടു അസൈൻഡ് റോൾസ് ആൻഡ് ടാസ്ക്. അപ്പം ഒരാളുടെ ജോലി നമ്മൾ അതിലേക്ക് നമ്മൾ ഡയറക്റ്റ് ചെയ്യണം. ഇപ്പം നമ്മൾ ഗോൾ പറഞ്ഞു കൊടുത്താൽ ഇന്നതാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മളൊരു കുട്ടിയെ പഠിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് 90% മാർക്ക് വാങ്ങിക്കണം നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്തു. അപ്പോൾ ഗോൾ സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് 90% എന്നുള്ള ഈസ് ഇറ്റ് എ റിയൽ ഗോൾ, ഈസ് ഇറ്റ് എ ക്ലിയർ കട്ട് ഉണ്ടോ? നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ എഫേർട്ട് ഒക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഗോൾ സെറ്റ് ചെയ്യാൻ. അപ്പോൾ 90%, ഒരു 40% മാർക്കുള്ള ഒരു കുട്ടിയോട് 90% മാർക്ക് വാങ്ങിക്കണം. ഓഫ്കോഴ്സ് അത് ചലഞ്ചിങ് ആണ്, പക്ഷെ അത് ചലഞ്ചിങ് എന്ന് പറഞ്ഞാൽ അത് ഓവർ ഇതാകുമ്പോൾ ആൾ ചെയ്യില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിനക്ക് 80% മാർക്ക് കിട്ടുന്നുണ്ട്, ആ 80% 90% മാർക്ക്. അപ്പോൾ ഗോൾ സെറ്റ് ചെയ്തു, ഇതന്നെ ചെയ്യാം, നമ്മൾ ക്ലിയർ ചെയ്ത് എനിക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ആ ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിന് എഫേർട്ട് ഇടിക്കുക എന്നുള്ളതാണ്. നമ്മൾ അതിനെ ആളെ ചെയ്യുക, അത് ആ എഫേർട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. അത് ചലഞ്ചിങ് ആയിരിക്കണം. അതിനെ സംബന്ധിച്ചിടത്തോളം 80 നിന്ന് 90 എന്ന് പറഞ്ഞൊരു ചലഞ്ചിങ്, 40 നിന്ന് എല്ലാം ചോദിക്കുന്നത് 40 നിന്ന് 80 ആക്കുന്നതെല്ലാം ചലഞ്ചിക്കുന്നത് അച്ചീവബിൾ ആണോ എന്നുള്ളത് നോക്കണം. അത് പലപ്പോൾ അച്ചീവബിൾ ആയിരിക്കുക. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് അത് വരുന്നതെന്ന് അറിഞ്ഞിട്ട് നമ്മൾ ചെയ്യണം. പിന്നെ ഫീഡ്ബാക്ക്, ഈ പറയുന്ന പോലെ ഒരു സസ്റ്റെയിൻ ചെയ്യുന്നതായ റെഗുലർ ആയിട്ടുള്ളതായ ഒരു ഇൻക്രീസ് ഉണ്ടോ എന്ന് നോക്കണം. അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ മാനേജർ ഇംപ്ലിക്കേഷൻ ഇവിടെ ഗോൾ സെറ്റിംഗ് പറയുന്നത്. അപ്പോൾ ഒരാളുടെ എഫേർട്ടിൻ്റെ പെർസിസ്റ്റൻസ് ഉണ്ടാകണം. അത് മാത്രം ഉണ്ടായിപ്പോല, ആ വർക്ക് ബിഹേവിയർ നമ്മൾ റെഗുലേറ്റ് ചെയ്യണം. അതിനെ ഡയറക്റ്റ്ലി നമ്മൾ പറയുന്ന രീതിയിലേക്ക് ഇത് പോകത്തക്കവണ്ണം നമ്മൾ ചെയ്യണം. അയാളെ എൻകറേജ് ചെയ്യുകയും വേണം. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോഴേ ഉള്ളൂ. ആൻഡ് മാനേജേഴ്സ് മസ്റ്റ് അസൈൻ സ്പെസിഫിക് ചലഞ്ചിങ് ഗോൾസ് ആയിരിക്കും. മേക്ക് ഷുവർ അത് എന്നിട്ട് ഇത് ചലഞ്ചിങ് അയക്ക് കൊടുക്കുന്നത്, ഇത് ആദ്യം നമ്മൾ പറഞ്ഞ പോലെ തന്നെ അയക്ക് കൊടുക്കുന്ന ഗോള് ക്ലിയർ ആയിരിക്കണം, അതിന് സ്പെസിഫിക് ഗോളായിരിക്കണം, അതിൻ്റെ അവർ അക്സെപ്റ്റ് ചെയ്തിരിക്കണം, അതൊരു ചലഞ്ചിങ് ആയിരിക്കണം, അതിന് സ്പെസിഫിക് പെർഫോമൻസ് വേണം, ഫീഡ്ബാക്ക് വേണം. അപ്പോൾ ഒരു മാനേജറുടെ ഏറ്റവും വലിയ, അല്ലെങ്കിൽ ഒരു മാനേജ്മെൻറ്റ് ഏറ്റവും വലിയ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒബ്ജക്റ്റീവായിട്ട് അത് ഇങ്ങനെ നടക്കാൻ പറ്റുന്നതായ ഒരു ഗോളിനെ സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കണം. അപ്പം എന്താണ് ഒരാളെ മോട്ടിവേറ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ഗോൾ എന്താണ്, ആ ഗോളോട് അക്സെപ്റ്റ് ചെയ്യുന്നതാണോ, അക്സെപ്റ്റൻസ് അത് നമുക്ക് എല്ലാവർക്കും അച്ചീവ് ചെയ്യാവുന്ന ടാർഗറ്റുകളാണോ, ആ ടാർഗറ്റ് അവരുടെ ചലഞ്ചിങ് ആണോ, ആ ചലഞ്ചിങ് ആണെങ്കിൽ ഇതിൻ്റെ ഫീഡ്ബാക്ക് നമ്മൾ നോക്കി കറക്റ്റായിട്ട് നമ്മൾ ചെയ്യണം. അപ്പോൾ എപ്പോഴും ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ജോലിക്കാരെ മോട്ടിവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അവരുടെ കയ്യിൽ നിന്ന് പെർഫോമൻസ് കിട്ടുന്ന ഔട്ട്കം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആണ് നമ്മൾ സൈക്കോളജിസ്റ്റിൻ്റെ ജോലി. അപ്പോൾ ഓരോരുത്തർ വ്യക്തികളുടെയും അനുസരിച്ച് നമ്മൾ ഒരു ഗോൾ ചെയ്യുക. അത് നമുക്ക് ഇപ്പം നമ്മൾ പറയുകയാണ്, നമുക്കൊരു ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റ് നമ്മൾ ഒരു 50% വരുന്ന പ്രാവശ്യം നമ്മൾ സെയിൽസ് ഇൻക്രീസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ 50% പ്രൊഡക്ഷൻ നമുക്ക് പറ്റുമെന്ന് ആദ്യം നോക്കണം. അപ്പോൾ 10% പ്രൊഡക്ഷനുള്ള 50% എന്ന് പറഞ്ഞാൽ നടക്കില്ല. പിന്നെ അത് ബാക്കിയുള്ള കോമ്പറ്റൻസ് എല്ലാം നോക്കിയിട്ട് വേണം അതിന് സെറ്റ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഇവരുടെ ഇത് അക്സെപ്റ്റൻസ്, ഓക്കെ, ജോലിക്കാരെല്ലാം കൂടെ അക്സെപ്റ്റ് ചെയ്തു. ഈ അക്സെപ്റ്റൻസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലാണ് അവർക്ക് ചലഞ്ചിങ് ആയിട്ട് കൊടുക്കുക. ഓരോരുത്തർക്കും അവരുടെ എഫേർട്ട് അനുസരിച്ച് അത് ചലഞ്ചിങ് ആയിട്ട് കൊടുക്കുക. ദെൻ ദേ ക്യാൻ അച്ചീവ് ഇറ്റ്. അപ്പോൾ ഇതാണ് മാനേജറി ഇംപ്ലിക്കേഷൻ ഓഫ് ഗോൾ സെറ്റിംഗ്. ദെൻ റീഇൻഫോഴ്സ്മെൻറ്റ് തിയറി. റീഇൻഫോഴ്സ് ചെയ്യാന്ന് വെച്ചാൽ 2 രീതിയിലാണ് നമ്മൾ റീഇൻഫോഴ്സ് ചെയ്യുന്നത്. റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണോ അത് നമ്മൾ ആർജിക്കുക, വീണ്ടും ചെയ്ത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക. അപ്പോൾ റീഇൻഫോഴ്സ്മെൻറ്റ് കൊണ്ട് നമ്മൾ ഒഴിവാക്കുന്നുണ്ട്. ഇതൊരു ലേണിംഗ് പ്രോസസ്സുകളല്ല. ലേണിംഗ് എന്ന് പറയുന്നത് റീഇൻഫോഴ്സ്മെൻറ്റ് ഓഫ് സക്സസ് ആൻഡ് സക്സസിനെ നമ്മൾ ഊട്ടിയുറപ്പിക്കുക,
പരാജയത്തെ നമ്മൾ തള്ളിക്കളയുക. അപ്പോൾ ഇവിടെ റീഇൻഫോഴ്സ് ചെയ്യുന്ന വിജയങ്ങളെയാണ്. ആ വിജയങ്ങളെ ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി ആ ചെയ്യുന്നതാണ് റീഇൻഫോഴ്സ്മെൻറ്റ്. അപ്പോൾ റീഇൻഫോഴ്സ്മെൻറ്റ് തിയറിയൊക്കെ എങ്ങനെ നമുക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. അപ്പം ഏതെങ്കിലും ഒരു ജോലി നമ്മൾ നന്നായി ചെയ്യുമ്പോൾ അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ ഇതിനകത്ത് സാധാരണ ഇത് കോൺകേഡിയൊക്കെ തിയറി വെച്ച് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് എന്ന് പറഞ്ഞ തിയറി ഉണ്ട്. അല്ലെങ്കിൽ SR ലേണിംഗ് ബൈ BS സ്കിന്നർ എന്ന് പറഞ്ഞ ബിഹേവിയർ തിയറി ഉണ്ട്. ഇതുപോലെ നിങ്ങൾ പഠിച്ചാൽ ഈ റീഇൻഫോഴ്സ്മെന്റ് തിയറി പെട്ടെന്ന് മനസ്സിലാവുള്ളൂ. ഒന്നെങ്കിൽ ട്രയൽ ആൻഡ് എറർ മെത്തേഡ്, എലിമിനേഷൻ ഓഫ് ഫെയിലിയർ ആൻഡ് റീഇൻഫോഴ്സ്മെന്റ് ഓഫ് സക്സസ്. പരാജയത്തെ തള്ളിക്കറിയുക, വിജയങ്ങളെ ഊട്ടി ഉറപ്പിക്കുക. അതുതന്നെയാണ് SR ലേണിംഗ്. എന്തെങ്കിലും ചെയ്യുമ്പോൾ ഒരു സ്റ്റിമുലസ് ഉണ്ടെങ്കിൽ അതിന് റെസ്പോൺസ് വേണം, അതിന് റിസൾട്ട് വേണം. റിസൾട്ട് ഉള്ളതിനെ മാത്രം. ഇപ്പോൾ പോസിറ്റീവ് റിസൾട്ട് ആണെങ്കിൽ ഞാൻ ഇത് റീഇൻഫോഴ്സ് ചെയ്യും. ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ എനിക്കൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ഇതാണ് കിട്ടുന്നത്. ഒരു ഉദാഹരണം, വളരെ സിമ്പിൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, നമുക്ക് വിശന്നിരിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും കഴിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന, ഒരു വീട്ടിലിരിക്കുന്ന ആൾ ഫ്രിഡ്ജ് തുറന്ന് നോക്കുക. കാരണം എന്താ, ഫ്രിഡ്ജിനകത്ത് എന്തെങ്കിലും കഴിക്കാനുണ്ട് എന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ടാകും. അല്ലെങ്കിൽ നമുക്ക് വിശന്നിരിക്കുമ്പോൾ വീട്ടിൽ നിന്ന് സാധനങ്ങൾ എന്തെങ്കിലും എടുത്തു തരുന്ന, ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ചൂടാക്കിയിട്ടായിരിക്കും തരുന്നത്. അപ്പോൾ നമുക്ക് വിശക്കുന്ന സമയത്ത് നമ്മൾ ആദ്യത്തെ നമ്മുടെ ജോലി എന്ന് വെച്ചാൽ ഫ്രിഡ്ജ് തുറന്ന് നോക്കുക എന്നുള്ളതാണ്. അതൊരു പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. അതേസമയം കുട്ടികൾ എന്തെങ്കിലും കളിക്കാനായിട്ട് എടുക്കുമ്പോൾ നമ്മൾ അതിന് വഴക്ക് പറയുകയാണെങ്കിൽ അത് പനിഷ്മെൻ്റാണ്, ചെയ്യുന്ന തെറ്റാണ്, എടുത്തിട്ട് പോകരുത്. അപ്പോൾ കുട്ടികൾ എടുക്കാൻ പറ്റുകയില്ല. സാധാരണഗതിയിൽ അത് നമ്മൾ പറയുന്നത് നമ്മുടെ വീട്ടുകളിൽ വളർത്തുമൃഗങ്ങളെക്കുറിച്ചാണ്. അതെന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മൾ വടി കൊണ്ടടിക്കും. അടി കിട്ടിക്കഴിയുമ്പോൾ, തെറ്റായി ചെയ്യുമ്പോഴത്തേക്ക് ഒന്നെങ്കിൽ നമ്മുടെ കട്ടിലേക്ക് കയറുമ്പോൾ, അല്ലാതെ നമ്മൾ പാത്രത്തിൽ തലയിടും, അടിക്കും. അപ്പോൾ അത് നെഗറ്റീവായിട്ട് റീഇൻഫോഴ്സ് ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അപ്പം ചെയ്യുന്ന കാര്യങ്ങൾ അതിൻ്റെ റിസൾട്ട് പോസിറ്റീവ് ആകുമ്പോൾ നമ്മൾ അതിൻ്റെ എന്തെങ്കിലും ചെയ്യുക, അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും പൈസ കൊടുക്കുക. ദാറ്റ് ഇസ് കോൾഡ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്. നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്, ഇതും ചില കാര്യം ചെയ്യുന്ന തെറ്റായിട്ട് ചെയ്യുമ്പോൾ ആ ചെയ്യുന്ന അൺഫേവറബിൾ ആയിട്ടുള്ളതായ അതിനെ തള്ളിക്കളയുക. അപ്പോൾ റീഇൻഫോഴ്സ്മെൻറ്റ് തിയറി രണ്ട് കാര്യമാണ്. ഒന്ന് പോസിറ്റീവായിട്ട് റീഇൻഫോഴ്സ്മെൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് റീഇൻഫോഴ്സ്മെൻറ്റ്. അതായത് തെറ്റായ കാര്യങ്ങൾ നമ്മൾ വർജിക്കാനായിട്ട് പഠിപ്പിക്കുക, ശരിയായ കാര്യങ്ങളെ ഊട്ടിയുറപ്പിക്കാൻ പഠിപ്പിക്കുക. തന്നെ പനിഷ്മെൻ്റ് ഉണ്ട്. ഇപ്പം ഏതെങ്കിലും കാരണവശാൽ തെറ്റായ ഒരു കാര്യം ചെയ്യുമ്പോൾ അവനെ പനിഷ് ചെയ്യുക. അപ്പോൾ നെഗറ്റീവ് എന്ന് പറയുന്നത് നമുക്ക് പനിഷ് ചെയ്യണമെന്നില്ല, ആ കാര്യത്തെ നമ്മൾ ഊട്ടിയുറപ്പിക്കാതിരിക്കുക, അതിന് നമ്മൾ തള്ളിക്കറിയാം. അതേസമയം നെഗറ്റീവായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ പനിഷ്മെൻറ്റ് കൊടുക്കുക, ശിക്ഷ കൊടുക്കുക. ശിക്ഷ എന്ന് പറയുന്നത് അതിനെ ഡിസ്കറേജ് ചെയ്യാനായിട്ടും ആ ബിഹേവിയർ പിന്നെ ഉണ്ടാകാതിരിക്കാനുമാണ്. അപ്പോൾ റീഇൻഫോഴ്സ്മെൻറ്റും പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് പറഞ്ഞാൽ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ, ഊട്ടിയുറപ്പിക്കുക. നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് പറഞ്ഞാൽ തെറ്റായ കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ സമ്മതിക്കാതിരിക്കുക. അടുത്ത കാര്യം എന്ന് പറയുന്നത് പനിഷ്മെൻ്റ് ആണ്. നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ പനിഷ് ചെയ്ത് നമ്മൾ ശിക്ഷ കൊടുത്ത് അത് ഒഴിവാക്കുക. പിന്നെ എക്സ്റ്റൻഷൻ. അപ്പം ഒന്നും സംഭവിക്കാതെ പോകുമ്പോൾ, അതായത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കകത്ത് യാതൊന്നും ഇല്ലാതിരുമ്പോൾ ആ ജോലി നമ്മൾ ഇല്ലാതാക്കുക. അത് ഇതിനകത്ത് ലേണിംഗ് തിയറിക്കകത്ത് ഉള്ള ഒരു സംഗതിയാണ്. റീഇൻഫോഴ്സ്മെൻറ്റ് തിയറി ഓഫ് ക്ലാസിക്കൽ കണ്ടീഷൻ ബൈ ഇവാൻ പാവ്ലോവിൻ്റെ ഒരിക്കൽ നമ്മൾ ആ ഡോഗിനെ, നമ്മൾ നായയെ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അത് ആർട്ടിഫിഷ്യൽ സ്റ്റിമുലയായിട്ട് ട്രെയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതിനെ റീഇൻഫോഴ്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, കുറേ പ്രാവശ്യം നമ്മൾ ആർട്ടിഫിഷ്യൽ സ്റ്റിമുലേ വെച്ച് നമ്മൾ കൊടുക്കുമ്പോൾ അതിന് നമ്മൾ എന്തെങ്കിലും കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ, അതിന് ഫലമില്ല എന്നുണ്ടെങ്കിൽ, സ്വാഭാവികമായിട്ട് ആ ബിഹേവിയർ, ആ സ്വഭാവം ഇല്ലാതാകും. അത് തന്നെയാണ് ഇവിടെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് നെഗറ്റീവോ പോസിറ്റീവോ ഒരു റിവാർഡ് ഇല്ലാതിരിക്കില്ല. ഒന്നുകിൽ നമ്മളെ പനിഷ് ചെയ്യുന്നില്ല, നമ്മളൊന്നും ചെയ്യുന്നില്ല, ആരും മൈൻഡ് ചെയ്യുന്നില്ലാതിരിക്കുക, സ്വാഭാവികമായിട്ട് ആ സ്വഭാവം നമ്മൾ നിന്നു പോകും. ഒരു ഉദാഹരണത്തിന്, നമ്മൾ എല്ലാവരോടും വർത്തമാനം പറയുമ്പോൾ നമ്മുടെ മുമ്പിൽ ഇരുന്ന് കുട്ടികൾ ബഹളം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒന്നുകിൽ വഴക്ക് പറയും, അല്ലെങ്കിൽ നമ്മൾ അതിനെ എൻകറേജ് ചെയ്യുക. അപ്പോൾ ഇത് രണ്ടും ചെയ്തില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് കുട്ടികൾ അതിൽ നിന്ന് പിന്മാറും. അപ്പോൾ അതാണ് ഈ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ റീഇൻഫോഴ്സ്മെന്റ് തിയറി എന്ന് പറയുന്നത് ഒന്നെങ്കിൽ അത് പോസിറ്റീവായിട്ട് റീഇൻഫോഴ്സ് ചെയ്യണം, അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് റീഇൻഫോഴ്സ് ചെയ്യണം, അല്ലെങ്കിൽ പനിഷ്മെന്റ് കൊടുക്കണം, അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ കൊടുക്കണം, അല്ലെങ്കിൽ ഒന്നും ചെയ്യാതിരുന്നാൽ അതിന് ഫലമില്ലാതിരിക്കും. അപ്പോൾ എങ്ങനെയാണ് സ്കെഡ്യൂൾ ഓഫ് റീഇൻഫോഴ്സ്മെന്റ്? ഏത് സംഗതി നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളതിനെ
റീഇൻഫോഴ്സ് ചെയ്യുന്നതിന് ഒരു സ്കെഡ്യൂളുണ്ട്, അല്ല ഫ്രീക്വൻസി ഉണ്ട്. അപ്പോൾ ഈ ഫ്രീക്വൻസിയും ഒരു 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 കാര്യം മോട്ടിവേറ്റ് ചെയ്യേണ്ടത് നമ്മളെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഫിക്സഡ് ഇൻ്റർവെൽ. അപ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇത്ര സമയം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇന്നത് തരിക. അപ്പോൾ അതൊരു പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. ഏതെങ്കിലും ഫിക്സഡ്, ഇത് നമ്മൾ SR ലേണിംഗ് എന്ന് പറയുന്ന തിയറി ഉണ്ട്, BF സ്കിന്നറുടെ SR അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻ്റൽ തിയറി, SR തിയറി, അല്ലെങ്കിൽ ആർ തിയറി ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒപ്പേറൻ കണ്ടീഷനിങ് എന്ന് പറഞ്ഞു. ഒപ്പേറൻ കണ്ടീഷനിങ്, ഇൻസ്ട്രുമെൻ്റൽ കണ്ടീഷനിങ്, SR ലേണിംഗ്, ഇതൊക്കെ പറയുന്ന ഒരേ ഇതിനകത്ത് വരുന്നതാണ്. അതിനകത്ത് സ്കെഡ്യൂൾ ഓഫ് റീഇൻഫോഴ്സ്മെന്റ് പറയുന്നുണ്ട്. അപ്പം ഒരു ഫിക്സഡ് ഇൻ്റർവെൽ ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ ഫിക്സഡ് ഇൻ്റർവെല്ലിൽ നമുക്കൊരു റിവാർഡ് കിട്ടുക. ദാറ്റ് ഇസ് കോൾഡ് ഫിക്സഡ് ഇൻ്റർവെൽ സ്കെഡ്യൂളാണ്. ദെൻ ഫിക്സഡ് റേഷ്യോ. അപ്പോൾ ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങൾ. ഇതിന് നിങ്ങൾ ഒരു സാധനത്തിന് ഇന്നത് കിട്ടിക്കഴിഞ്ഞാൽ അതിന് ഒന്നെങ്കിൽ രണ്ട് അതിൻ്റെ റേഷ്യോ അനുസരിച്ച് 1:2 ആകാം, അല്ലെങ്കിൽ 2:1 ആകാം, അല്ലെങ്കിൽ 3:1 ആകാം, അല്ലെങ്കിൽ 1:3 ആകാം. നമ്മൾ സാധനം വാങ്ങിക്കുകയും ചെയ്യുമ്പോൾ 2 ഷർട്ട് എടുക്കുമ്പോൾ 1 ഷർട്ട് ഫ്രീ, അല്ലെങ്കിൽ 1 ഷർട്ട് എടുക്കുമ്പോൾ 2 ഷർട്ട് ഫ്രീ, അല്ലെങ്കിൽ 1000 രൂപയ്ക്ക് എടുക്കുമ്പം 1000 രൂപയുടെ സാധനം ഫ്രീ, അല്ലെങ്കിൽ 500 രൂപയുടെ എടുക്കുമ്പം 150 രൂപ ഫ്രീ. ഇത് ഒരു ഫിക്സഡ് റേഷ്യോ ആണ്. ഒരു റേഷ്യോ പറയും, 1:2, 2:3 അങ്ങനെ പറയും. അല്ലെങ്കിൽ ഫിക്സഡ് ഇൻ്റർവെൽ 2 പ്രാവശ്യം ചെയ്യുമ്പോൾ ഏതെങ്കിലും നമ്മളൊരു പ്രാവശ്യം എന്നുള്ള രീതിയിൽ എടുക്കുക, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ 2 പ്രാവശ്യം എന്നുള്ള രീതിയിൽ എടുക്കുക, അല്ലെങ്കിൽ 1:2 ഏതെങ്കിലും പ്രത്യേക റേഷ്യോ എടുക്കുക. ആൻഡ് വേരിയബിൾ ഇൻ്റർവെൽ, വേരിയിങ് ടൈം, അത് ഇപ്പോൾ ഈ പ്രാവശ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 2 ആയിരിക്കാം, അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ അത് വേരിയബിൾ ഇൻ്റർവെൽ ആയിരിക്കാം. ഒരു ഫിക്സഡ് ടൈം ഒന്നും ഉണ്ടായില്ല, വേരിയബിൾ ഉള്ളതായിരിക്കാം. ദെൻ വേരിയബിൾ റേഷ്യോ, കുറേ പ്രാവശ്യം ചെയ്യുമ്പോൾ ഇത്ര പ്രാവശ്യം ചെയ്യുമ്പോൾ ഇന്ന രീതി വെച്ചേക്കാം, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇന്ന രീതി വെക്കാം. അൺപ്രഡിക്റ്റബിൾ ആണ്, ദിസ് കോൾഡ് അൺപ്രഡിക്റ്റബിൾ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരും, അതിന് ഇത്ര റേഷ്യോ എന്ന് പറയാൻ പറ്റില്ല. ദാറ്റ് ഇസ് കോൾഡ് വേരിയബിൾ റേഷ്യോ സ്കെഡ്യൂൾ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് സ്കെഡ്യൂളിനകത്ത് റീഇൻഫോഴ്സ്മെന്റ് സ്കെഡ്യൂൾ എന്ന് പറയുന്നത്. ഒന്ന് ഫിക്സഡ് ഇൻ്റർവെൽ ആകാം, ഫിക്സഡ് റേഷ്യോ ആകാം, വേരിയബിൾ ഇൻ്റർവെൽ ആകാം, അല്ലെങ്കിൽ വേരിയബിൾ റേഷ്യോ സ്കെഡ്യൂൾ ആകാം. അപ്പോൾ റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്ന റീഇൻഫോഴ്സ്മെന്റ് തിയറിയിൽ പറയുന്നത് അതൊരു റിവാർഡാകാം, പനിഷ്മെന്റ് ആകാം, എക്സ്റ്റൻഷൻ ഉണ്ടാകാം. അത് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അത് ഫിക്സഡ് ഇൻ്റർവെല്ലിൽ നമുക്ക് വെക്കാം, ഫിക്സഡ് റേഷ്യോ വെക്കാം, വേരിയബിൾ ഇൻ്റർവെൽസ് ആകാം, വേരിയബിൾ റേഷ്യോ സ്കെഡ്യൂൾ ആകാം. ഈ 4 കാര്യങ്ങളോട് എപ്പോഴും ഇത് പറയും. എങ്ങനെയാണ് ഇതിന് മാനേജർ ഇംപ്ലിക്കേഷൻ, ഇതെങ്ങനെയാണ് റീഇൻഫോഴ്സ്മെന്റ് തിയറി ചെയ്യുക? അപ്പം ഓരോരുത്തരുടെയും ഐഡന്റിറ്റി ക്രിട്ടിക്കൽ ബിഹേവിയേഴ്സ്, ഒരാളുടെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ബിഹേവിയർ ഏത് രീതിയിലാണ്, ഇവിടെയാണ് നമ്മൾ സൈക്കോളജിസ്റ്റിന് വരുന്നത്. ഒരാളെ നമ്മൾ എങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാൻ കഴിയും. സോ ഐഡന്റിഫൈ ദി ക്രിട്ടിക്കൽ ബിഹേവിയേഴ്സ്, ഓരോരുത്തരുടെയും കൃത്യമായ ബിഹേവിയറിനെ കുറിച്ച് നമ്മൾ പഠിക്കുക. ദെൻ ഡെവലപ്പ് ബേസ് ലൈൻ ഡേറ്റ, എല്ലാവർക്കും ഒരു അടിസ്ഥാനപരമായ ഒരു ഡേറ്റ വെക്കുക, നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഒരാളെ മോട്ടിവേറ്റ് ചെയ്യാൻ സാധിക്കുക എന്നത് വെക്കുക. ദെൻ ഐഡന്റിഫൈ ബിഹേവിയറൽ കോൺസിക്വൻസ്, ഇത് ചെയ്യുന്നതിൻ്റെ ഫലങ്ങളും അത് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ റീഇൻഫോഴ്സ്മെന്റ് ആണോ, പനിഷ്മെന്റ് ആണോ ചെയ്യുന്നത്, ഫിക്സഡ് റേഷ്യോയിലാണോ, അതുമായി ഒരു ബിഹേവിയർ കോൺസിക്വൻസ് വെക്കണം. ഡെവലപ്പ് ഇംപ്ലിമെന്റ് ഇന്റർവെൻഷൻ സ്ട്രാറ്റജി, അപ്പോൾ ഇതിനെ ഡെവലപ്പ് ചെയ്യുക, അതിന് ഇംപ്ലിമെന്റ് ആൻഡ് ഇന്റർവെൻഷൻ, നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കി നമ്മൾ ചെയ്യാനായിട്ടുള്ള ഒരു സ്ട്രാറ്റജി നമ്മൾ വെക്കുക. ദെൻ ഇവാലുവേറ്റ് പെർഫോമൻസ് ഇംപ്രൂവ്മെന്റ്, അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്നതുകൊണ്ടുള്ള ഫലമുണ്ടെന്നുള്ളത് അതിൻ്റെ പെർഫോമൻസിനെ ഇവാലുവേറ്റ് ചെയ്യുകയും വേണം. ദെൻ ഇന്ത്യൻ പെർസ്പെക്റ്റീവ്, അപ്പോൾ ഇന്ത്യൻ പെർസ്പെക്റ്റീവ് നമ്മൾ ഇന്ത്യൻ രീതിയിൽ നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഇന്ന പെർസ്പെക്റ്റീവ് എങ്ങനെയാണ് നമ്മൾ കാഴ്ചപ്പാട് കാണുക. ധർമ്മ, അപ്പോൾ നമ്മൾ ധർമ്മം ഇതെൻ്റെ ധർമ്മമാണെന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കാർക്കും ഒരു ധർമ്മ, അർത്ഥ, വെൽത്ത് എന്തിനെങ്കിലും ബേസ് ചെയ്തായിരിക്കും. ഇത് എൻ്റെ കർമ്മമാണ്, റൈറ്റിയസ് ആക്ഷൻ, ഞാൻ ചെയ്യുന്നത് എൻ്റെ കർമ്മമാണ്, ഞാനിത് ചെയ്യണം എന്നുള്ളത്. അല്ല, ഇതിനകത്ത് നമുക്ക് കിട്ടുന്ന ധനപരമായിട്ടുള്ള കാര്യങ്ങൾ. ദെൻ കാമ, സെക്ഷൽ ഡിസയർ. അപ്പോൾ ഓരോരുത്തരെയും നമ്മൾ മോട്ടിവേറ്റ് ചെയ്യണമെങ്കിൽ ഓരോ രീതിയിലാണ്. അവരുടെ റൈറ്റിയസ് ആക്ഷൻ, എൻ്റെ തൊഴിലാണിത്, ഞാൻ ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ ഇതിൽ നിന്ന് വരുന്ന സാമ്പത്തികമായ നേട്ടങ്ങളാകാം,
അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന സെക്ഷൽ ഡിസയർ ഓർ മോക്ഷ. അപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിയും എനിക്ക് കിട്ടുന്ന മോക്ഷം. ഞാനിപ്പോൾ ദൈവത്തെ ഭജിക്കുന്നു, ഞാൻ എൻ്റെ കർമ്മമാണ്, അത് ചെയ്യുന്നത് എനിക്ക് മോക്ഷം കിട്ടും എന്നുള്ളതാണ്. ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നു, അതെൻ്റെ ധർമ്മമാണ്, ഇതാണ് എൻ്റെ കടമ, ഞാൻ മറ്റുള്ളവരെ സേവിക്കേണ്ട എൻ്റെ കടമയാണ്, ഞാൻ വേറൊന്നും ചിന്തിക്കുന്നില്ല. അല്ലെങ്കിൽ ഞാൻ ഈ തൊഴിൽ ചെയ്യുന്നത് എൻ്റെ കർമ്മമാണ്, ഞാൻ എൻ്റെ ജോലി പശു വളർത്തലാണ്, എൻ്റെ ധർമ്മമാണ്. അല്ലെങ്കിൽ ഇതിനകത്ത് കിട്ടുന്നത് എനിക്ക് സാമ്പത്തികമാണ്. അല്ലെങ്കിൽ എനിക്ക് കാമ എന്ന് പറയുന്ന സെക്ഷൽ ഡിസയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈക്കോളജിക്കൽ ആൻഡ് ഫിസിയോളജിക്കൽ സാറ്റിസ്ഫാക്ഷൻ ആണ്. സെക്സ് എന്ന് പറയുന്നത് റീപ്രൊഡക്ഷൻ്റെ മാത്രമായിട്ട് വെക്കണ്ട, ഈ കാമം എന്ന് പറയുന്നത് എൻ്റെ മാനസിക ശാരീരികമായ സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് വെക്കാം. ഇതിന് പല സെക്ഷൽ ഡിസയർ എന്ന് പറയുന്നത് നമ്മൾ പല രീതിയിലാണ് ഇന്ത്യൻ ഫിലോസഫി പറയുന്നത്. ഒന്ന്, നമുക്ക് കിട്ടുന്നതായ ഫിസിക്കൽ സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ ആകാം, എന്നുവെച്ചാൽ ഒരു ബന്ധപ്പെടുന്ന എൻ്റെ ശരീരത്തെ. ഇത് മെയിൻലി ഈ കാമ എന്ന് പറയുന്നത് ശാരീരികമായ ചിന്താഗതികളെ വെച്ചിട്ടാണ്. മോക്ഷ എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്ന ഏറ്റവും ഔട്ട്മോസ്റ്റ് ഇതാണ്. അപ്പോൾ എല്ലാവരും ഇന്ത്യൻ പെർസ്പെക്റ്റീവ് നമ്മൾ കർമ്മം എന്ന് പറയുന്നത്, നമ്മൾ ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് അവന് കിട്ടുന്ന മോക്ഷം അല്ലെങ്കിൽ ദ ഫ്രീഡം ഫ്രം എല്ലാത്തിൽ നിന്നുമുള്ളതായ ഒരു അൾട്ടിമേറ്റ് ലൈഫിലെത്തുന്ന സ്പാനിനെയാണ് നമ്മൾ മോക്ഷ എന്ന് പറയുന്നത്. അപ്പം ധർമ്മ അർത്ഥ കാമ മോക്ഷ. അപ്പം ധർമ്മമാണ്, അർത്ഥമാണ്, കാമമാണ്, മോക്ഷമാണ്. അപ്പം ഈ 3 രീതിയിലാണ് ഇന്ത്യൻ രീതി പെർസ്പെക്റ്റീവ്സ് ഓഫ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ധർമാർത്ഥ കാമമോക്ഷാനം. ധർമ്മം ചെയ്യുക എന്നുള്ള നമ്മുടെ ജോലി, അത് നമ്മൾ കർമ്മത്തിലേക്കാണ് നമ്മൾ ചെയ്യുന്നത്. അത് നമ്മുടെ ചെയ്യുന്ന ജോലി നമ്മുടെ ധർമ്മമാണ്. ആ കർമ്മം നമ്മൾ ധർമ്മമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അത് നമ്മൾ കാമത്തെയും കെടുത്തി, ഇവിടെ കാമൻ ഡിക്സൈസ് സാറ്റിസ്ഫൈ ചെയ്യുന്നാൽ അതിനെ കെടുത്തി മോക്ഷ കിട്ടുക എന്നുള്ളതാണ്. നമ്മൾ പറയുന്നത് പടി 6 കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാവും ശിവശംഭു. 6 പടികളും കടന്ന് നമ്മൾ അവിടെ ചെല്ലുമ്പം ധർമാർത്ഥ കാമമോക്ഷാണ്. ധർമ്മം, അർത്ഥം, കാമമോക്ഷം എന്നിങ്ങനെയുള്ളതായ എല്ലാവിധ ലൈംഗികമായ കാര്യങ്ങളെയും, ലൈംഗികം എന്ന് പറയുന്നത് മെറ്റീരിയലിസ്റ്റിക് ലൈഫിനെയാണ്. സെക്സിനെക്കാട്ടിലും കൂടുതൽ മെറ്റീരിയൽ ലൈഫിനെ എങ്ങനെ നമ്മൾ ഓവർകം ചെയ്യുന്നു, അപ്പോഴാണ് നമുക്ക് മോക്ഷം എന്ന പരമോന്നതമായ ദൈവപാദത്തിലേക്ക് എത്താൻ പറ്റുക. എന്നാൽ ശാന്തമായ ഇന്നർ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഇന്നറാണ്, ആന്തരികമായ സൗഖ്യം കിട്ടുക. ആ ആന്തരികമായ സൗഖ്യത്തിന് വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് ഇന്ത്യൻ പെർസ്പെക്റ്റീവ് ഓഫ് മോട്ടിവേഷൻ. അപ്പം പല മോട്ടിവേഷൻ തിയറീസും പഠിക്കും, അത് ഇന്ത്യൻ. ഇനി സ്ട്രെസ് വർക്ക് പ്ലേസിലുണ്ടാകുന്ന സ്ട്രെസ് ആൻഡ് വെൽബീയിങ്. സ്ട്രെസ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ പ്രതികരിക്കുന്ന, നമ്മുടെ മനസ്സ് പ്രതികരിക്കുന്നതിനെ, അല്ലെ നമ്മുടെ ശരീരം പ്രതികരിക്കുന്നതിനെയാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഇത് അൺസ്ട്രക്ചേർഡ് ബിഹേവിയർ ഓഫ് ഓർ അൺപ്രഡിക്റ്റഡ് ബിഹേവിയർ ഓർ അൺസ്ട്രക്ചേർഡ് ബിഹേവിയർ ഓഫ് യുവർ ബോഡി ടുവേഴ്സ് എ പർട്ടിക്കുലർ സിറ്റുവേഷൻ. ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മുടെ ശരീരം എങ്ങനെ പ്രവർത്തിക്കുന്നു. അപ്പം ആ അസ്വാസ്ഥ്യമായതിൽ നിന്ന് സ്വാസ്ഥ്യമാക്കുന്നതിന് ആണ്. അപ്പം എന്താണ് അസ്വാസ്ഥ്യമായ സംഗതികൾ? അത് സ്ട്രെസ്. എങ്ങനെയാണ് വെൽബീയിങ് സ്വാസ്ഥ്യമാക്കുക, അസ്വാസ്ഥ്യത്തിന് സ്വാസ്ഥ്യമാക്കുക. അപ്പം സ്ട്രെസ് ഇല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ പോവുക. അപ്പം സ്ട്രെസ് എന്ന് പറയുന്നത് ഓരോ പർട്ടിക്കുലർ സാഹചര്യത്തിൽ നമ്മൾ പ്രതികരിക്കുന്നതിനെയാണ്. അത് ഒരേ സാഹചര്യം തന്നെ ഒരാൾക്ക് സ്ട്രെസ്സാകാം, സ്ട്രെസ് അല്ലാതിരിക്കാം. ഒരേ സാഹചര്യം തന്നെ ഒരു വ്യക്തിക്ക് അത് ചില സമയത്ത് സ്ട്രെസ് ആയിരിക്കും, ചില സമയത്ത് സ്ട്രെസ് ആകാതിരിക്കാം. ഒരേ സാഹചര്യം രണ്ടുപേരുണ്ടെങ്കിൽ ഒരാൾക്ക് സ്ട്രെസ് ആകാം, ഒരാൾക്ക് സ്ട്രെസ് ആകാതിരിക്കാം. അപ്പം ഇത് നമ്മുടെ പെർസെപ്ഷനെയും കൂടെ, അതിനോടുള്ള നമ്മുടെ ചിന്താഗതിയെയും അത് നമ്മുടെ കാഴ്ചപ്പാടിനെയും കൂടെ ബേസ് ചെയ്തിട്ടാണ് ഇതിരിക്കുന്നത്. അപ്പോൾ സ്ട്രെസ് അറ്റ് വർക്ക് പ്ലേസ്. അപ്പം എന്തൊക്കെ കൊണ്ടാണ് ഒരു വർക്ക് പ്ലേസിൽ സ്ട്രെസ് ഉണ്ടാകാനുള്ള കാരണം? ഫ്രസ്ട്രേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ലക്ഷ്യം സാധിക്കാതെ വരിക. ദെൻ കോൺഫ്ലിക്റ്റ്, ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ. 2 വ്യക്തികൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും കമ്പനികൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാകാം. നമുക്ക് കോൺഫ്ലിക്റ്റ്, നമുക്ക് ഫ്രസ്ട്രേഷൻ, നമുക്ക് സ്ട്രെസ് ഉണ്ടാകും. ദെൻ പ്രഷർ, ഓവർ പ്രഷർ. നമ്മൾ തൊഴിലാളികളെ നമ്മൾ പ്രഷറൈസ് ചെയ്യുക, കണ്ടമാനം ചെയ്യേണ്ട കാര്യങ്ങൾ പ്രഷറൈസ് ചെയ്യുമ്പം അവർക്ക് സ്ട്രെസ് ഉണ്ടാകാം. ദെൻ ലൈഫ് ഈവൻറ്റ്സ്, ജീവിതത്തിലുണ്ടാകുന്ന ചില സംഗതികൾ, ചില സാഹചര്യങ്ങൾ നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കാം. സ്ട്രെസ്സിനെ കുറിച്ച് കഴിഞ്ഞ പ്രാവശ്യങ്ങൾ നമ്മൾ വളരെ വിശദമായിട്ട് ഇത് പഠിച്ചതാണ്. എന്താണ് സ്ട്രെസ്, ആ സ്ട്രെസ് എന്തൊക്കെയാണ്, എന്തുകൊണ്ടുണ്ടാകുന്നു, അതിനെങ്ങനെ നേരിടാം എന്ന് പഠിച്ചതാണ്. അപ്പം ഇത് ലൈഫ് ഈവൻറ്റ്സ് ആകാം. ദെൻ ഡെയിലി ഹാസിൽസ് ആകാം, നമ്മൾ അവിചാരിതമായി നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന കാര്യങ്ങളാകാം. ചിലപ്പോൾ മഴയാകാം,
സാഹചര്യങ്ങൾ മാറുന്നതാകാം, അപ്പം എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകുന്നത്, ഇപ്പോൾ ഡെയിലി ഹാസിൽസ് ആകാം. ദെൻ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, വ്യക്തിപര ബന്ധങ്ങളാകാം അടുത്ത പ്രശ്നങ്ങൾ ഉണ്ടാകും, വ്യക്തിബന്ധങ്ങൾ. ദെൻ സ്ട്രെസ് റിസൾട്ട് ഓഫ് സോഷ്യൽ കണ്ടീഷൻസ്, സാമൂഹ്യമായ മാറ്റങ്ങൾ വരുമ്പം നമുക്ക് സ്ട്രെസ് ഉണ്ടാകാം. അപ്പം ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഓർഗനൈസേഷൻ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടാകാം. അതിനകത്തുണ്ടാകും ചിലപ്പം ഫ്രസ്ട്രേഷൻസ്, നമുക്ക് നമ്മുടെ സെറ്റ് ചെയ്യുന്ന ഗോൾ നമുക്ക് നടക്കാതെ വരിക, അതിന് മാറ്റം വരിക, അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് സ്ട്രെസ് ഉണ്ടാകാം. കോൺഫ്ലിക്റ്റ്, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് സ്ട്രെസ് ഉണ്ടാകാം. പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അപ്രോച്ച് കോൺഫ്ലിക്റ്റ്, അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്, അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്, മൾട്ടിപ്പിൾ അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. പിന്നെ പ്രഷറാകാം, ജോലി പ്രഷറാകാം. ഓവർ പ്രഷറും അണ്ടർ പ്രഷറും. മോട്ടിവേഷൻ നമ്മൾ പഠിച്ചു, ഓരോരുത്തരെ മോട്ടിവേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്. ഒന്ന് ഓവർ ആകുക, റിവാർഡ്സ് ഒക്കെ. അതുപോലെ തന്നെ തൊഴിൽ ഇത്ര സമയത്തിനുള്ളിൽ ചെയ്ത് തീർക്കണതാക്കുക, അല്ലെ വർഷൻ്റെ ക്ലൈമറ്റിൻ്റെ വ്യത്യാസങ്ങൾ, പ്രശ്നം എന്തുകൊണ്ട് വേണം. ലൈഫ് ഈവൻറ്റ്, ജീവിതത്തിൽ അവിചാരിതമായി ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ, അപകടങ്ങളാകാം, മരണങ്ങളാകാം, ഒരു ഓർഗനൈസേഷനകത്തുണ്ടാകുന്ന പ്രശ്നങ്ങളാകാം. ഇത് നമുക്ക് സ്ട്രെസ് ഉണ്ടാകാം. ഡെയിലി ഹസിൽ, നമ്മുടെ ഓരോ ദിവസങ്ങളുണ്ടാകുന്ന അവിചാരിതമായ കാര്യങ്ങളാകാം. വ്യക്തിബന്ധങ്ങളാകും, ഒരു ഓർഗനൈസേഷനെ വ്യക്തിബന്ധങ്ങൾ നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കാനായിട്ട് കാര്യമാകും. പിന്നെ സോഷ്യൽ കണ്ടീഷൻ, സാമൂഹികമായ മാറ്റങ്ങൾ ഉണ്ടാകുക. അങ്ങനെ വരുമ്പോഴത്തേക്ക് സ്ട്രെസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സ്ട്രെസ്സിൻ്റെ കുഴപ്പങ്ങളൊക്കെയാണ്. സ്ട്രെസ്, കോൺസിക്വൻസ് ഓഫ് സ്ട്രെസ് ഓൺ ഹെൽത്ത്. ശാരീരികമായി ഇഷ്ടംപോലെ പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് പ്രഷർ കൂടാം, പ്രഷർ കൂടാം, ബ്ലഡ് ഷുഗർ കൂടാം, ഈവൻ ക്യാൻസർ നമുക്കുണ്ടാക്കാം. നമുക്ക് സൈക്കോസോമാറ്റിക് ഡിസോർഡർ, ശാരീരികമായ മാനസികമായ പ്രശ്നങ്ങൾ നമുക്കുണ്ടാകാം. അത് ഹെൽത്തിനെ കണ്ടമാനം സ്ട്രെസ് ബാധിക്കും. ദെൻ പെർഫോമൻസ് ആൻഡ് പ്രൊഡക്ടിവിറ്റി. അപ്പോൾ ഒരാളുടെ പെർഫോമൻസിന് സ്ട്രെസ് നെഗറ്റീവായിട്ടാണ് സാധാരണഗതിയിൽ പറയുക. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ട്രെസ് ഉണ്ട്. പോസിറ്റീവ് സ്ട്രെസ് ഉണ്ട്, നെഗറ്റീവ് സ്ട്രെസ് ഉണ്ട്, ഡിസ്ട്രെസ് ഉണ്ട്, ന്യൂ സ്ട്രെസ് ഉണ്ട്, ഹൈപ്പർ സ്ട്രെസ് ഉണ്ട്, ഹൈപ്പർ സ്ട്രെസ് ഉണ്ട്. പലതരത്തിലുള്ള സ്ട്രെസ് ഉണ്ട്. അപ്പം സ്ട്രെസ് ഏത് രീതിയിലാണ് സാധാരണ നമ്മൾ പറയുന്നത് ഡിസ്ട്രെസ്സിനെ കുറിച്ചാണ്. ഡിസ്ട്രെസ് ആണെങ്കിൽ പെർഫോമൻസിനെ നെഗറ്റീവായിട്ട് ബാധിക്കും, പ്രൊഡക്ടിവിറ്റിയെ നെഗറ്റീവായിട്ട് ബാധിക്കും. അതായത് യൂട്രസ്റ്റ് ആണെങ്കിൽ അത് പോസിറ്റീവ് സ്ട്രെസ് ആണ്, അത് കൂട്ടുകയുള്ളൂ. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചല്ല പറയുന്നത്. നമ്മളിവിടെ പറഞ്ഞത് ഡിസ്ട്രെസ്സിനെ, ഒരു ഓർഗനൈസേഷനുണ്ട് ഡിസ്ട്രെസ്സിനെ കൊണ്ട് അത് പ്രൊഡക്ടിവിറ്റിയെ നെഗറ്റീവായിട്ട് ബാധിക്കും. ദെൻ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, എപ്പോഴും സ്ട്രെസ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പിന് നെഗറ്റീവായിട്ട് ബാധിക്കുന്നതാണ്. അപ്പോൾ എപ്പോൾ സ്ട്രെസ് ഉണ്ടായാലും അത് വ്യക്തിബന്ധങ്ങളെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നത്. അപ്പോൾ സ്ട്രെസ് എങ്ങനെയൊക്കെ നമുക്ക് സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാം, ഡിഫറൻറ്റ് രീതികൾ. അപ്പോൾ സ്ട്രെസ്സിനെ കൂടുതലായിട്ട് പറയാം, നമ്മൾ സ്ട്രെസ് മാനേജ്മെൻറ്റ് കാര്യങ്ങൾ കോപ്പിംഗ് വിത്ത് സ്ട്രെസ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ സ്ട്രെസ്സുമായിട്ട് നമുക്ക് എങ്ങനെ ചേരാൻ സാധിക്കും. അപ്പോൾ സ്ട്രെസ്സിനെ കോപ്പി ചെയ്യാം. സ്ട്രെസ് ഇല്ലാത്തൊരവസ്ഥയിലേക്ക് ഒരാൾക്കും വരാൻ പറ്റുകയില്ല. അപ്പോൾ സ്ട്രെസ് എന്ന് പറയുന്നത് ഏതെങ്കിലും സാഹചര്യത്തെ നമ്മൾ പെർസീവ് ചെയ്യുന്നതനുസരിച്ച് അതിനോടുള്ള റിയാക്ഷൻ ആകാം. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്ട്രെസ് ഉണ്ട്. പോസിറ്റീവ് സ്ട്രെസ് ഉണ്ട്, നെഗറ്റീവ് സ്ട്രെസ് ഉണ്ട്, ന്യൂട്രൽ ഉണ്ട്. എന്ന് വെച്ചാൽ ന്യൂട്രൽ, ഒരു ഗുണമില്ല, സ്ട്രെസ് കൊണ്ട് ഒരു ദോഷവും ഗുണമൊന്നും ഇല്ലാത്ത സ്ട്രെസ് ഉണ്ട്. ഡിസ്ട്രെസ് ഉണ്ട്, സാധാരണ ഡിസ്ട്രെസ്സിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഹൈപ്പർ സ്ട്രെസ് ഉണ്ട്, ഒരു സാഹചര്യത്തിൽ വേണ്ടതിൽ കൂടുതൽ സ്ട്രെസ് നമുക്കുണ്ടാകും, ഹൈപ്പർ സ്ട്രെസ് ഉണ്ടാകും. അതേ സാഹചര്യത്തിൽ അത്രയും സ്ട്രെസ് നമുക്ക് സാധാരണഗതിയിൽ ഉണ്ടാകുന്നത്രേ അനുഭവിക്കാതിരിക്കുക. അപ്പം സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ സ്ട്രെസ് ഇത് ഹെൽത്തിനെ ബാധിക്കും, നമ്മുടെ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പിനെ ബാധിക്കും, പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കും, വ്യക്തിബന്ധങ്ങളെ, പേഴ്സണൽ റിലേഷൻഷിപ്പിനെ ബാധിക്കും, ഇതെല്ലാം ബാധിക്കും. അപ്പോൾ എങ്ങനെയാണ് സ്ട്രെസ്സിനെ നമ്മൾ മാനേജ് ചെയ്യുക? സ്ട്രെസ് മാനേജ് ആദ്യത്തെ സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ റിലാക്സേഷൻ ടെക്നിക്സ്. ധാരാളം റിലാക്സേഷൻ ടെക്നിക്സുകൾ നമ്മൾ ഇതിനകത്തുണ്ട്. അപ്പോൾ ഒന്ന്, സാധാരണഗതിയിൽ ചെയ്യുന്ന റിലാക്സേഷൻ ടെക്നിക്, എല്ലാ മസിൽസിനെയും നമ്മൾ പ്രോഗ്രസീവായിട്ട് റിലാക്സേഷൻ ടെക്നിക്സ് കൊടുക്കുക. ഓരോ മസിൽസിനെയും നമ്മൾ സ്ട്രെസ് ചെയ്ത് ടെൻഷൻ കൊടുത്ത് നമ്മൾ റിലാക്സ് ചെയ്യുന്ന കാര്യം. കൈകൾക്ക് ബലം കൊടുക്കുക, ഷോൾഡറിന് ബലം കൊടുക്കുക, മസിൽസിന് ബലം കൊടുക്കുക, ഫുൾ ടൈറ്റ് ആക്കുക, ഫുൾ റിലാക്സ് ചെയ്യുക. ഇതാണ് ഒരു റിലാക്സേഷൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ കാൽപാദം മുതൽ തല വരെ നമ്മൾ റിലാക്സ് ചെയ്യിക്കുന്നതായിട്ട് നമ്മൾ സജഷൻസ് ആക്കാം. അല്ലെങ്കിൽ നമുക്ക് ഓരോ ഭാഗങ്ങളും മസിലിന് ബലം കൊടുത്ത് റിലാക്സ് ചെയ്യുന്ന ടെക്നിക്സുകളാണ്. ദെൻ മെഡിറ്റേഷൻ എന്ന് പറയുന്ന പലതരത്തിലുള്ള മെഡിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ പലതരത്തിലുള്ള മെഡിറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അമ്പലത്തിൽ പോയി നാമം ജപിക്കുന്ന ഒരു മെഡിറ്റേഷനാണ്. അല്ലെങ്കിൽ ഏതും ഗൈഡഡ് ആയിട്ടുള്ളുണ്ട്,
അല്ലെ വിഭാസന മെഡിറ്റേഷൻ എന്ന് പറയുന്നുണ്ട്. ധാരാളം മെഡിറ്റേഷൻ ധാരാളം പല രീതിയിലുള്ള മെഡിറ്റേഷൻസ് നമ്മൾ ഉണ്ട്. അപ്പോൾ ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ പല രീതിയിലാണ്, ഓരോ ജാതികൾക്കും ഓരോ മതങ്ങൾക്കും പല രീതിയിലുണ്ട്. മെയിനായിട്ട് നമ്മൾ മെഡിറ്റേഷൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ചിന്തകളെ നമ്മൾ അതിജീവിക്കാൻ വേണ്ടി മനസ്സിനെ നമ്മൾ ശാന്തപ്പെടുത്തുക. ദാറ്റ് ഇന്നർ സ്പിരിച്വൽ ലെവൽ ഓഫ് ഡെവലപ്മെൻ്റ് ആണ് മെഡിറ്റേഷൻ നമ്മൾ പറയുന്നത്. പിന്നെ യോഗ, പല യോഗങ്ങൾ, കർമ്മയോഗയുണ്ട്, നമ്മൾ അതിൽ തന്നെ പഠിക്കും, ജ്ഞാനയോഗയുണ്ട്, ഇങ്ങനെ പല യോഗയുണ്ട്. അപ്പം യോഗയും യോഗാസനവും തമ്മിൽ വ്യത്യാസമുണ്ട്. ആസനം എന്ന് പറഞ്ഞാൽ ഓരോ പോസ്റ്റേഴ്സാണ്. അപ്പം യോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ മെയിനായിട്ട് ആസനങ്ങളെ അല്ല, മറ്റേ യോഗാസനമുണ്ട്, പ്രാണായാമമുണ്ട്, വിഭാസന ക്രിയകളുണ്ട്, നമ്മൾ ഓരോ പോസ്റ്ററുകൾ നമ്മൾ വയ്ക്കുക, പത്മാസന, സിദ്ധാസന, ധനുരാസന, ഭുജംഗാസന, സർവാംഗാസന, അങ്ങനെ പല ആസനങ്ങളുണ്ട്. അപ്പോൾ യോഗ എന്ന് ഉദ്ദേശിക്കുന്നത് രണ്ട്. പിന്നെ യോഗ എന്ന് പറഞ്ഞാൽ കർമ്മയോഗ, ഇതെൻ്റെ കർമ്മമാണ്. ജ്ഞാനയോഗ വിശുദ്ധം ആണ്. അങ്ങനെ ഭക്തിയോഗ, അപ്പോൾ ഭക്തിയിലേക്ക് തിരിക്കുക. അപ്പോൾ മെഡിറ്റേഷൻ യോഗയും തമ്മിൽ വ്യത്യാസമുണ്ട്. മെഡിറ്റേഷൻ എന്ന് വെച്ചാൽ പ്രാർത്ഥനകളും മാത്രമാണ്. യോഗ എന്നത് കർമ്മയോഗം, ഇത് ഞാൻ ചെയ്യുന്ന എൻ്റെ ജോലിയാണെന്ന് വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യുക, കർമ്മയോഗം. ഭക്തിയോഗം മെഡിറ്റേഷനിലേക്ക് പോയി, സ്പിരിച്വൽ ലെവൽ, നമ്മൾ എല്ലാം ദൈവത്തിലേക്ക് അടുക്കുന്നു എന്നുള്ള ഒരു ചിന്താഗതി, സ്പിരിച്വാലിറ്റി. പിന്നെ ഭക്തിയോഗ, ജ്ഞാനയോഗം, വിഷ്ണു കിട്ടുന്ന ജ്ഞാനയോഗം, കർമ്മയോഗ, കർമ്മം ചെയ്യുക, അത് യോഗ. അപ്പം ഇങ്ങനെയാണ് യോഗ. പിന്നെ യോഗ ആസനങ്ങളുണ്ട്, ഓരോ പോസ്റ്റേഴ്സ് ഇരിക്കുന്നതാണ് യോഗ ആസനങ്ങളുള്ളത്. പിന്നെ ടൈം മാനേജ്മെൻറ്റ് അടുത്ത ഇമ്പോർട്ടൻറ്റ് തിങ് ആണ്. നമ്മൾ സ്ട്രെസ് കുറയ്ക്കാൻ ടൈം മാനേജ്മെൻറ്റ്, ടൈം ബഡ്ജറ്റിംഗ് പോലാണ്. അപ്പം നമുക്ക് ടൈം മാനേജ് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന സമയങ്ങൾ, ഓരോ കാര്യത്തിനും നമ്മൾ വ്യക്തമായ സമയം വെച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുക. അപ്പോൾ ഓരോ ദിവസങ്ങളും ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ എന്തിനാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്? ഇപ്പോൾ പ്രയോറിറ്റൈസേഷൻ ആദ്യത്തെ ടൈം മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതി. എന്തൊക്കെ ജോലികൾ എങ്ങനെയൊക്കെയാണ് നമുക്ക് പ്രാധാന്യം കൊടുക്കേണ്ടത്, അത് അതിന് ടൈം ഷെഡ്യൂൾ ചെയ്യുക. ഈ സമയത്ത് ഇത്ര സമയത്തിനുള്ളിൽ ഇന്ന ജോലികൾ ചെയ്തു തീർക്കും. ഇത്ര ജോലികൾക്ക് പ്രയോറിറ്റി കൊടുക്കുന്നതുകൊണ്ട് എന്തെങ്കിലും കാരണവശാലും ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആ ജോലി പിന്നെ അടുത്തത് എങ്ങനെ നമ്മൾ ചെയ്യും. അപ്പോൾ പ്രയോറിറ്റി നമ്മൾ കൊടുക്കണം. ആ പ്രയോറിറ്റി കൊടുക്കുന്ന ഏതൊക്കെ സമയങ്ങൾ എത്ര ചെയ്യണമെന്ന് ചോദിക്കാം. ആ പറയുന്ന സമയത്തിനുള്ളിൽ ജോലികൾ തീർക്കാനായിട്ടുള്ള സംഗതി ചെയ്യാം. ആ ചെയ്യുന്ന ജോലികൾക്ക് ചെയ്യുന്ന സമയത്തിന് എത്ര ക്ലാരിറ്റി നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പം ടൈം മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് പല രീതിയിൽ നമുക്ക് ചെയ്യാം. ഏറ്റവും അത്യാവശ്യം എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് ടൈമിൽ ഒരു കാര്യം തുടങ്ങാം, ഫിക്സഡ് ടൈമിൽ ഒരു കാര്യം തീർക്കുക എന്നുള്ളതാണ്. അപ്പോൾ പല സമയത്ത് നമ്മൾ ടൈം മാനേജ്മെൻറ്റ് കാണുന്നത്, നമ്മൾ പ്രത്യേകിച്ച് IST, ഇന്ത്യൻ സ്ട്രെച്ചബിൾ ടൈം എന്നാണ് പറയുക, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എന്നാണ് പറയുന്നത്. ഇന്ത്യൻ സ്ട്രെച്ചബിൾ ടൈമാണ്. സമയത്ത് ഒരു കാര്യം ചെയ്യാതിരിക്കുക. രാവിലെ 9 മണിക്ക് ഒരിടത്തെത്തണമെങ്കിൽ 10:30 മണിക്ക് അവിടെ എത്തുക. 10:30 മണിക്ക് നമ്മൾ എന്തെങ്കിലും ഒരു എക്സ്ക്യൂസ് കണ്ടുപിടിക്കുക. അപ്പം ഒരാളുടെ സമയത്തിന് മാറ്റം മറ്റുള്ളവരുടെ സമയത്തിന് വാല്യൂ ഉണ്ടെന്നുള്ളത് കാണുന്നില്ല. അപ്പം ടൈം മാനേജ്മെൻറ്റ് ഒരു ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രെസ് മാനേജ് ചെയ്യാനായിട്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ്, നമ്മുടെ കാഴ്ചപ്പാടുകൾ, ഓരോ കാര്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ, എൻ്റെ ചിന്താഗതികൾ നമ്മൾ മാറ്റുക. അപ്പോൾ കോഗ്നേഷൻ എന്ന് പറയുന്നത് നമ്മൾ ചിന്താഗതികളാകാം, അതിനെക്കുറിച്ചുള്ള പെർസെപ്ഷനാകാം, അതിനെക്കുറിച്ചുള്ള നമ്മുടെ വിലയിരുത്തലുകളാകാം, നമ്മളെ കാഴ്ചപ്പാടുകളാകാം. ഇതെല്ലാം കോഗ്നേറ്റീവ് റീസ്ട്രക്ചറിങ്. നമ്മൾ ഒരു കാര്യത്തെ നമ്മൾ മാറ്റുക. അപ്പം നമുക്ക് പല രീതിയിൽ വെക്കാം. ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് ഇൻഫർമേഷൻ കിട്ടുമ്പോൾ നമ്മൾ കോഗ്നേഷൻസ് മാറും, ചിന്താഗതികൾ മാറും, അതിനെക്കുറിച്ചുള്ള ധാരണകൾ മാറും. അപ്പം ഈ ധാരണകൾ മാറുമ്പം നമുക്ക് സ്ട്രെസ്, നമ്മൾക്ക് എക്സാമ്പിൾ ഇപ്പം മഴ പെയ്യുന്നത് നമുക്ക് സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ആകും. നമ്മൾ അതിനെ വേറെ രീതിയിൽ കാണാം. മഴ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. മഴയില്ലെങ്കിൽ നമുക്ക് വെള്ളം കിട്ടുകയില്ല. വെള്ളം കിട്ടിയത് നമുക്ക് കുടിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. നമുക്ക് കറണ്ട് വെള്ളത്തിൽ നിന്നാണ്. അപ്പം വെള്ളമില്ലെങ്കിൽ നമുക്ക് കറണ്ട് കിട്ടില്ല. വെള്ളമില്ലെങ്കിൽ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റില്ല. കൃഷിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫുഡ് കിട്ടുകയില്ല. അപ്പം നമ്മൾ നേരെ തിരിക്കുന്നത് ഇതിൻ്റെയൊക്കെ ആവശ്യം മഴ പെയ്യണം. അപ്പോൾ ഒരു പക്ഷേ നമുക്കിത് ബുദ്ധിമുട്ടാണെങ്കിലും നമ്മുടെ ഭാവിയിലേക്ക് ഇത് വേണ്ടി നമ്മൾ ഇതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കരുത്. അതിന് കോഗ്നേഷൻ മാറ്റി. അപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാകാം. നമ്മൾ അതിൻ്റെ ചിന്താഗതികൾ നമ്മൾ മാറ്റും. അതേസമയം അത് സ്ട്രെസ്ഫുൾ ആക്കാം. ഈ മഴ പെയ്താൽ വെള്ളം കൂടി എന്ത് ചെയ്യും, വെള്ളം വീട്ടിനകത്ത് കയറി എന്ത് ചെയ്യും, വീട് നശിച്ചാൽ എന്ത് ചെയ്യും. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്ട്രെസ് കൂടും. അപ്പോൾ ഇതിനെ കോഗ്നേറ്റീവ് റീസ്ട്രക്ചറിങ് എന്ന് പറയുന്നതാണ് നമുക്ക് വേറൊരു സംഗതികളുള്ളത്. ദെൻ മൈൻഡ്ഫുൾനെസ്,
കാരണം നമ്മൾ എല്ലാം തുറന്ന് നമ്മൾ കാണത്തക്കവണ്ണം നമ്മുടെ മനസ്സിനെ ശാന്തമാക്കി നമ്മൾ കൊണ്ടു നടക്കുക. അത് ഏതിനെ നമ്മൾ സ്വീകരിക്കാനുള്ള ഒരു മാനസിക അവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടുവരാം. ദാറ്റ് ഇസ് കോൾഡ് മൈൻഡ്ഫുൾനെസ്. അപ്പം സ്ട്രെസ്സ് എങ്ങനെ ഉണ്ടാകാം, അപ്പം നമ്മൾ അത് മാത്രം നമുക്കൊന്ന് നോക്കാം, സ്ട്രെസ്സിനെ കുറിച്ച് നോക്കാം. അപ്പോൾ സ്ട്രെസ് ആൻഡ് വെൽബീയിങ് എന്ന് പറയുന്നത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയാണ്. ഒരു ഓർഗനൈസേഷൻ സ്ട്രെസ് ഉണ്ടാകുന്നത് നമ്പർ 1 ഇസ് ഫ്രസ്ട്രേഷനാണ്. ഫ്രസ്ട്രേഷൻ എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ നടക്കാതിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താതിരിക്കാൻ സാധിക്കുക, അതാണ് ഒരു കാരണം. ദെൻ കോൺഫ്ലിക്റ്റ്, അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മൾ ഉണ്ടാകുക, അത് നമുക്ക് കോൺഫ്ലിക്റ്റ് ഉണ്ടാകും. അഭിപ്രായ വ്യത്യാസങ്ങൾ എന്ന് പറഞ്ഞാൽ വ്യക്തികൾ തമ്മിലുള്ളതാകാം, ഗ്രൂപ്പുകൾ തമ്മിലുള്ളതാകാം, ഒരു വ്യക്തിയുടെ മനസ്സിലുണ്ടാകുന്ന ചിന്താഗതികളാകാം, എന്ത് വേണേലും കോൺഫ്ലിക്റ്റ്. അതിനകത്ത് പല രീതിയിൽ അപ്രോച്ച് കോൺഫ്ലിക്റ്റ് ഉണ്ട്, അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് ഉണ്ട്, അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്, മൾട്ടിപ്പിൾ അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് ഉണ്ട്. കോൺഫ്ലിക്റ്റ് പലതരത്തിലുള്ള കോൺഫ്ലിക്റ്റുകളുണ്ട്. ദെൻ നമുക്ക് പ്രഷറാണ്, വർക്ക് പ്രഷർ ആകാം, സാഹചര്യങ്ങൾ കൊണ്ട് സമയം പ്രഷറാകാം, എന്ത് വേണമെങ്കിലും ആകാം. ദാറ്റ് പ്രഷർ സ്ട്രെസ് ഉണ്ടാക്കാനുള്ള വേറൊരു കാര്യമാണ്. ദെൻ ലൈഫ് ഇവൻറ്റ്സ്, ജീവിതത്തിലുണ്ടാകുന്ന ചിന്താഗതികൾക്ക് വ്യത്യാസം വരുന്നതാണ് അടുത്ത കാര്യങ്ങളുണ്ടാകും. പിന്നെ ഡെയിലി ഹസിൽ, അപ്രതീക്ഷിതമായി ജീവിതത്തിലുണ്ടാകുന്ന അല്ലെ ദിവസങ്ങളിലുള്ള പ്രതിദിനമുണ്ടാകുന്ന കാര്യങ്ങളുടെ തടസ്സങ്ങളാകാം, മാറ്റങ്ങളാകാം. ദെൻ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, ഒരു ഓർഗനൈസേഷനുള്ളതായ വ്യക്തിബന്ധങ്ങൾ നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്നതാണ്. പിന്നെ സോഷ്യൽ കണ്ടീഷൻ, സാഹചര്യങ്ങൾ നമുക്ക് മാറുമ്പോൾ നമുക്ക് സ്ട്രെസ് ഉണ്ടാകും. അപ്പം സ്ട്രെസ് ഉണ്ടാകാനുള്ള കാരണങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കോൺസിക്വൻസ് എന്തൊക്കെയാണ്, അതിൻ്റെ പരിണിത ഫലങ്ങൾ എന്തൊക്കെയാണ്? ആദ്യം ഹെൽത്താണ്. മെയിനായിട്ട് ഇത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ശാരീരികമായ മാനസികമായ പ്രശ്നങ്ങളുണ്ടാകാം. സ്ട്രെസ് കൂടിയാൽ ഡിപ്രഷൻ ഉണ്ടാകാം, ആങ്സൈറ്റി ഉണ്ടാകാം, ടെൻഷൻ ഉണ്ടാകാം, BP ഉണ്ടാകാം, ഇതെല്ലാം ഉണ്ടാകാം. പിന്നെ സ്ട്രെസ് കൂടിക്കഴിഞ്ഞാൽ ഡിപ്രഷനിലേക്ക് പോയാൽ ഡിപ്രഷൻ വേറെ ബാക്കിയുള്ള പ്രശ്നങ്ങളിലേക്ക് നമ്മളെ നയിക്കാം. പിന്നെ നമുക്ക് പ്രഷർ കൂട്ടാം, ഷുഗർ കൂട്ടാം. ഈവൻ നമുക്ക് സ്ട്രെസ് കൂടിക്കഴിഞ്ഞാൽ ഒരു പരിധി വരെയുള്ള സ്ട്രെസ് കൂടിക്കഴിഞ്ഞാൽ ക്യാൻസർ വരെ വരാനുള്ള സാധ്യതകളുണ്ട്. ദെൻ പെർഫോമൻസ്, ഒരാളുടെ പെർഫോമൻസിനെയും അതിൻ്റെ പ്രൊഡക്ടിവിറ്റിയും നമ്മൾ നെഗറ്റീവായിട്ട് സ്ട്രെസ് ബാധിക്കുന്നു. ദെൻ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പിനെ നെഗറ്റീവായിട്ട് സ്ട്രെസ് ബാധിക്കുന്നു. അപ്പം എന്തൊക്കെയാണ് സ്ട്രെസ്സിനെ ഓവർകം ചെയ്യാനുള്ള ടെക്നിക്കുകൾ? അപ്പം ആക്ച്വലി സ്ട്രെസ് മാനേജ്മെൻറ്റ് കോപ്പിംഗ് വിത്ത് സ്ട്രെസ് എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് സ്ട്രെസ് ഉണ്ടാകാൻ നമുക്ക് അവോയ്ഡൻസ് പറഞ്ഞൊരു സൈക്കോളജി ഒരു ഫിനോമിന ഉണ്ട്. അതായത് സ്ട്രെസ് ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുക, അതിനെ നമ്മൾ ഉൾക്കൊള്ളാതിരിക്കുക, അതിനെ അവോയ്ഡ് ചെയ്യുക. ആ സ്ട്രെസ് ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ നമുക്ക് ഒഴിവായി പോകും. അത് എപ്പോഴും നമുക്ക് നടന്നില്ല എന്നിരിക്കും. ദെൻ റിലാക്സേഷൻ ടെക്നിക്സ്, ധാരാളം റിലാക്സേഷൻ ടെക്നിക്സുകളുണ്ട്. ശാസ്ത്രീയമായിട്ട് ഡെവലപ്പ് ചെയ്തതായിട്ട് റിലാക്സേഷൻ ടെക്നിക്, അതിലൊന്ന് ജേക്കബ്സൺ പ്രോഗ്രസീവ് റിലാക്സേഷൻ ടെക്നിക്സ് ആണ്. എല്ലാ മാംസപേശികൾക്കും നമ്മൾ സ്ട്രെങ്ത് കൊടുത്ത് റിലാക്സ് ചെയ്ത് മനസ്സിനെ നമ്മൾ റിലാക്സ്ഡ് എന്ന് പറഞ്ഞ ഒരു പൊസിഷനിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നതാണ് റിലാക്സേഷൻ ടെക്നിക്സിൻ്റെ ഒന്നാമത്. ദെൻ രണ്ടാമത്തെ നമ്മൾ മെഡിറ്റേഷനാണ്. മെഡിറ്റേഷൻ എന്ന് വെച്ചാൽ പലതരത്തിലുള്ള മെഡിറ്റേഷൻസ് ഉണ്ട്. നമ്മൾ ഗൈഡഡ് മെഡിറ്റേഷൻസ് ഉണ്ട്, ഓപ്പൺ മെഡിറ്റേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ പ്രത്യേക ഏതെങ്കിലും പോയിന്റിനെ വെച്ചിട്ട് നമുക്ക് മെഡിറ്റേഷൻ ഉണ്ട്. ധാരാളം മെഡിറ്റേഷൻ ടെക്നിക്സുകൾ ഇപ്പം ഉണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. ദെൻ നമുക്ക് യോഗ ആസനങ്ങളാണ്. യോഗ എന്ന് ഉദ്ദേശിച്ച് യോഗ ആസനങ്ങളെ കുറിച്ചാണ്. പല പോസ്റ്റേഴ്സാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. ഓരോ പത്മാസനമുണ്ട്, വീരാസനമുണ്ട്, ഭുജംഗാസനമുണ്ട്, സർവാംഗാസനമുണ്ട്, പല ആസനങ്ങളും. യോഗ എന്ന് പറയുന്ന വേർതാണ് കർമ്മയോഗ, ജ്ഞാനയോഗ, ഭക്തിയോഗ. ഏതെങ്കിലും ഒരു യോഗ നമുക്ക് സ്വീകരിച്ചു കഴിഞ്ഞാൽ കർമ്മയോഗ, ഭക്തിയോഗ, ജ്ഞാനയോഗ, പല യോഗങ്ങളുണ്ട്. അതിനകത്ത് അത് നമുക്ക് സ്ട്രെസ് കുറയ്ക്കാനുള്ള ഒരു കാര്യമാണ്. പിന്നെ ടൈം മാനേജ്മെന്റ്, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ടു റെഡ്യൂസ് സ്ട്രെസ് ഇസ് ടൈം മാനേജ്മെന്റ്. സമയത്തെ നമ്മൾ മാനേജ് ചെയ്യുക, സമയത്തെ ബഡ്ജറ്റ് പ്രയോറിറ്റൈസ് ചെയ്യുക. ആവശ്യമുള്ള കാര്യങ്ങൾ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, അത്യാവശ്യമുള്ള ചെയ്യേണ്ട കാര്യങ്ങളും അങ്ങനെയുള്ളതിനെക്കുറിച്ച് നമ്മൾ ചെയ്യുക. അതിന് മെയിനായിട്ട് നമ്മൾ ഒരു പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടാക്കുക, പ്രയോറിറ്റി അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക. ആ സമയത്തിന് കൃത്യസമയത്തിന് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുക. ദാറ്റ് ഇസ് കോൾഡ് ടൈം മാനേജ്മെൻറ്റ്. ദെൻ അടുത്തതെന്ന് വെച്ചാൽ കോഗ്നിറ്റീവ് റിസ്ട്രക്ചറിങ്. കോഗ്നിറ്റീവ് റിസ്ട്രക്ചറിങ് നമ്മുടെ കാഴ്ചപ്പാടുകൾ നമ്മൾ മാറ്റുക. ഓരോ സംഗതി ഉണ്ടാകുന്ന കാഴ്ചപ്പാട് എന്താണോ ആ കാഴ്ചപ്പാടിനെ നമ്മൾ മാറ്റുക. ദെൻ മൈൻഡ്ഫുൾനെസ് സാധാരണ ചെയ്യുന്ന ഒരു മെഡിറ്റേഷൻ പ്രോസസ്സാണ് മൈൻഡ്ഫുൾനെസ് ആക്കുക. അതിനെ മൈൻഡ് എംപ്റ്റി ആക്കിക്കൊണ്ട് ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ വേറൊരു കാഴ്ചപ്പാടിലോട്ട് കാണുക. അതാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ വാട്ട് യു മീൻ ബൈ സ്ട്രെസ്. ഇനി
ഇപ്പം നമ്മൾ എന്താണ് പല തിയറികൾ, മോട്ടിവേഷൻ തിയറികൾ, മാനേജ്മെൻറ്റ് മോട്ടിവേഷൻ തിയറി പഠിച്ചു, സ്ട്രെസ് പഠിച്ചു, സ്ട്രെസ് മാനേജ്മെൻറ്റ് പഠിച്ചു. അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ള കാര്യങ്ങൾ പഠിക്കാം. എല്ലാവർക്കും നന്ദി.